ഗുഡ് ഈവനിങ് everybody. ഓഡിബിൾ ആണ്? ഗുഡ് ഈവനിങ്. ഇപ്പോൾ ഇതിലുള്ള പലർക്കും എന്നെ അറിയാം, കാരണം എൻ്റെ കോച്ചിങ്ങുകളിൽ ഉൾപ്പെട്ടവർ കുറേ പേര് ഇതിലുണ്ട്. പിന്നെ കോച്ചിങ്ങിൽ ഉൾപ്പെടാത്തവർ കുറച്ച് പേരെ ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അതിന് നൽകാം എന്നെക്കുറിച്ച്, കാരണം അറിയാത്തവരൊന്ന് അറിയാൻ വേണ്ടിയിട്ട്. CDPOയുടെയും അതേപോലെ ICDS സൂപ്പർവൈസർ, അസിസ്റ്റൻറ്റ് ലേബർ ഓഫീസർ, ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ, വെൽഫെയർ ഓഫീസർ, പ്രൊബേഷൻ ഓഫീസർ തുടങ്ങി നിരവധി തസ്തികകളിൽ ഞാൻ കുട്ടികൾക്ക് കോച്ചിങ് നൽകിയിരുന്നു. അതിൽ പല തസ്തികകളിലും കോച്ചിങ് കൊടുത്തത് കൊണ്ട് കുട്ടികൾക്ക് അത് മുഖാന്തരം ഉപകാരം ഉണ്ടായിട്ടുള്ളതും റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുകയും ജോലി ലഭ്യമാകുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അതായത് ഫസ്റ്റ് റാങ്ക് ഉൾപ്പെടെയുള്ള റാങ്കുകൾ കുട്ടികൾക്ക് ലഭ്യമാക്കാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളൊരു ചാരിതാർത്ഥ്യം എന്തായാലും എനിക്കുണ്ട്. അപ്പോൾ ഇനിയും അത്തരത്തിൽ കുട്ടികളെ സജ്ജരാക്കി എടുക്കണം, അങ്ങനെയുള്ള വലിയ റാങ്കുകളിലേക്കും അതുപോലെ തന്നെ ജോലിയിലേക്കും അവരെത്തിക്കണം എന്നുള്ള ഒരു ഉറച്ച വിശ്വാസത്തിലാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത്. ഇന്നിപ്പോൾ ഉള്ള ഒരവസ്ഥയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമുക്ക് ഒഴിവുകളുടെ എണ്ണം വളരെ കുറവായിട്ടുള്ളൊരു കാഴ്ചയാണ് കാണുന്നത്. അതേസമയം അതിലുള്ള ഉദ്യോഗാർത്ഥികളുടെ എണ്ണം വളരെയേറെ കൂടുതലുമാണ്. ഒഴിവുകൾ കുറയുന്നു, ഉദ്യോഗാർത്ഥികളുടെ എണ്ണം കൂടുന്നു. നമ്മളുടെ സ്വപ്നമാണെങ്കിലോ നമുക്ക് എന്തായാലും ഒരു സർക്കാർ ജോലി വേണമെന്നുള്ള സ്വപ്നവും ഒരു ഭാഗത്ത്, മറുഭാഗത്ത് ഒഴിവുകൾ കുറഞ്ഞു വരുന്നു, ഉദ്യോഗാർത്ഥികളാണെങ്കിൽ കൂടി വരുന്നു. ഇതെല്ലാമാണ് നമ്മുടെ ഏറ്റവും വലിയ വെല്ലുവിളികൾ. അപ്പോൾ ഇതിനെ അതിജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകണം. അതായത് ഈ ഒഴിവുകൾ ഏറ്റവും ടോപ്പിൽ വരണം, എങ്കിൽ മാത്രമാണ് നമുക്ക് ഒരു ജോലി ലഭ്യമാകത്തുള്ളൂ ഇനിയുള്ള കാലം. ഒഴിവുകൾ കൊട്ടക്കണക്കിന് അല്ലെങ്കിൽ ധാരാളം ഒഴിവുകളൊന്നും ഇനി ഒരു തസ്തികയിലും നിങ്ങൾ ആരും പ്രതീക്ഷിക്കേണ്ട. വളരെ നിസ്സാരമായിട്ടുള്ള ഒഴിവുകൾ മാത്രമാണ് മിക്കവാറും ഉള്ള എല്ലാ തസ്തികകളിലും ഉണ്ടാകത്തുള്ളൂ. അതാദ്യം മൈൻഡിലേക്ക് നിങ്ങൾ കടത്തിവിടുക. നമ്മൾ പഠിക്കാനായിട്ട് തീരുമാനം എടുക്കുമ്പോൾ ആദ്യം നമ്മൾ മൈൻഡിലേക്ക് കടത്തിവിടേണ്ട ഒരു വസ്തുത അതാണ്. ഒഴിവുകൾ ധാരാളം ഒന്നും ഉണ്ടാകത്തില്ല, വളരെ കുറഞ്ഞ ഒഴിവുകളെ ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ ഏറ്റവും ടോപ്പായിട്ട് വരണം എന്ന് നിങ്ങൾ മനസ്സിലേക്ക് കടത്തിവിട്ടാൽ തന്നെ നമുക്ക് പകുതി നമ്മളുടെ ഡ്യൂട്ടി കഴിഞ്ഞു. അതായത് അപ്പോൾ തന്നെ പിന്നെ പഠിക്കാനായിട്ടുള്ളൊരു വ്യഗ്രത നമ്മളിലേക്ക് ഉണ്ടാകും. കാരണം വെറുതെ നിസ്സാരമായിട്ടുള്ളൊരു പഠനം കൊണ്ട് നമുക്ക് എത്താൻ കഴിയില്ല എന്ന് നമുക്ക് ഉറപ്പിക്കാം അപ്പോൾ തന്നെ. അപ്പോൾ അതാണ് നമ്മൾ ആദ്യം എടുക്കേണ്ട ഒരു തീരുമാനം എന്ന് പറഞ്ഞാൽ, ഏറ്റവും ടോപ്പിലെത്തുക. അപ്പോൾ നമുക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ട കാര്യമില്ല. അതല്ലെങ്കിൽ നമ്മൾക്ക് എപ്പോഴും ഈ പറയുന്ന രീതിയിൽ ഏതെങ്കിലും റാങ്ക് ലിസ്റ്റിൻ്റെ ഏറ്റവും താഴെയൊക്കെ വന്ന് കിടന്ന്, അതല്ലെങ്കിൽ നമുക്ക് ജോലി എക്സാം എഴുതിയിട്ട് ആ ഷോർട്ട് ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയാതെ വരുമ്പോൾ ഒക്കെ ഉള്ള ദുഃഖങ്ങളിലേക്ക് കടക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ഏറ്റവും ടോപ്പിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും രക്ഷയുള്ളൂ, ജോലി ലഭ്യമാകത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ സ്വപ്നമാണ് ഒരു സർക്കാർ ജോലി എന്നുള്ളത്. നിങ്ങൾക്ക് സ്വപ്നമുണ്ട്, അതുപോലെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകൻ എന്നുള്ള നിലയിൽ എനിക്കും അതുതന്നെയാണ് സ്വപ്നം, നിങ്ങളെ ആ ലക്ഷ്യത്തിൽ എത്തിക്കുക എന്നുള്ളത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടു കൂടിയും ആത്മധൈര്യത്തോടും കൂടി എനിക്ക് പറയാം, ഞാൻ കുറേ കുട്ടികളെ അത്തരത്തിൽ ലക്ഷ്യത്തിൽ എത്തിച്ചത് കൊണ്ട് എനിക്ക് ഉറപ്പിച്ച് പറയാം, നിങ്ങളെയും എനിക്ക് തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിൽ എത്തിക്കാനായിട്ട് കഴിയും. ഒരു ക്ലോസ് ഉണ്ട്, ഞാൻ പറയുന്നത് പോലെ പഠിച്ചാൽ മാത്രമാണ് ആ ലക്ഷ്യത്തിലെത്താനായിട്ട് കഴിയത്തുള്ളൂ. അതല്ലാതെ നമ്മൾ വെറുതെ സമയം കളഞ്ഞിട്ട് യാതൊരുവിധ കാര്യവുമില്ല. നമ്മുടെ പ്രായം ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണ്, നമ്മുടെ അവസരങ്ങൾ കുറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇപ്പോൾ തന്നെ പലരും ഇതിലിപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നവർ
അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിലുള്ളവർ പലരും ഓവർ ഏജ് ആയിട്ടുള്ള ആളുകളാണ്. കാരണം 39 കഴിഞ്ഞിട്ടുള്ള അത് അവരുടെ നോർമൽ ഇത്, പിന്നെ 41 വയസ്സ് പ്രായത്തിലുള്ളവർക്ക് അപേക്ഷിക്കാം എന്ന് പറഞ്ഞത് കൊണ്ടും, OBC വിഭാഗമാണെങ്കിൽ 44, SC/ST വിഭാഗമാണെങ്കിൽ 46 എന്ന് പറഞ്ഞത് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇപ്പോൾ ഉള്ള ഈ പ്രസന്റ് തസ്തികയിൽ അപേക്ഷിക്കാനായിട്ട് മുന്നോട്ട് വന്നത്. ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന നമ്മളുടെ ഈ തസ്തികയിലേക്ക് അപേക്ഷിക്കാനായിട്ട് നിങ്ങൾക്ക് കഴിഞ്ഞത്. അപ്പോൾ ആ ഒരു പ്രായം, ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലെ അപേക്ഷിക്കാൻ കഴിയുന്ന 2 ഇതാ വരുന്നേ. ഒന്ന് CDPO, അത് വനിതകൾക്ക് മാത്രമേ ഉള്ളൂ. അതേപോലെ തന്നെ ഇനി വരുന്ന ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ, അത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അപേക്ഷിക്കാവുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ തസ്തികകളിൽ മാത്രമാണ് ഇത്തരത്തിൽ ഏജ് 41 അല്ലെങ്കിൽ 44, 46 ഏജ് വരുന്നത്. ബാക്കിയുള്ളതിനെല്ലാം 39 വരെ നമുക്ക് മാക്സിമം OBC വിഭാഗത്തിന് എഴുതാനായിട്ട് കഴിയത്തുള്ളൂ എന്നുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ജനറലിന് 36 വരെ നമുക്ക് എഴുതാനായിട്ട് കഴിയത്തുള്ളൂ. അപ്പോൾ ഇതാണ് ഇത് ഏറ്റവും വലിയൊരു പ്രശ്നം. പ്രായം അങ്ങ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എത്ര കഷ്ടപ്പെട്ട ഓരോ കോഴ്സുകളും പഠിച്ചത്, വളരെ കഷ്ടപ്പെട്ട് നമ്മൾ പഠിച്ചു. പക്ഷെ നമുക്ക് അതുകൊണ്ട് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ പഠിച്ച വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു ജോലിയിൽ കയറാൻ കഴിഞ്ഞില്ലല്ലോ തമ്പുരാനെ എന്നുള്ള ഒരു വിഷമം നമ്മൾക്ക് നമ്മുടെ മനസ്സിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുക. നമ്മൾ എറിക്സന്റെ ഒക്കെ തിയറി പഠിച്ചവരാണ്. എറിക്സന്റെ തിയറിയിൽ അവസാനത്തെ സ്റ്റേജിൽ പറയുന്നത് പോലെ അവസാനം നമ്മൾ ഓൾഡ് ഏജിലാകുമ്പോൾ നമുക്ക് പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ ഒന്നുമില്ല, നമ്മളൊന്നും നേടിയില്ല, എങ്ങനെയോ ഇവിടെ വന്ന് ജീവിച്ചു, എങ്ങനെയോ പോയി. ഒരു വ്യക്തിമുദ്ര പതിപ്പിക്കാനും നമ്മൾക്ക് കഴിഞ്ഞില്ല. നമ്മൾ പഠിച്ച കുറേ പൈസ പോയി, കുറേ സമയം പോയി, അതല്ലാതെ ഒന്നും നമുക്ക് നേടാനായിട്ട് കഴിഞ്ഞില്ല. നമ്മൾ പല്ലാം കൊഴിഞ്ഞ് നമ്മൾ അമ്മുമ്മയും അപ്പൂപ്പനും ഒക്കെ ആയിട്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പിന്തിരിഞ്ഞ് നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നുമില്ല, ഒരു കുന്തവും നമ്മൾ നേടിയില്ല. നമ്മൾ വെറുതെ പഠിച്ചു, കുറേ പൈസ കളഞ്ഞു, കുറേ സമയം കളഞ്ഞു, ഒന്നും നേടാനായിട്ട് കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നമ്മൾ തരം താഴ്ന്നു പോകുന്നു. ആ ഒരവസ്ഥ ഉണ്ടാകരുത് എന്ന് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക. അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ കൃത്യമായിട്ട് ചിട്ടയായിട്ട് പഠിച്ച് നിങ്ങൾ ആ ലക്ഷ്യത്തിലേക്ക് കടക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇനി നമ്മൾ ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നൊരു കാര്യമാണ്. പക്ഷേ ഒരു അധ്യാപകൻ എന്നുള്ള നിലയിലും ഒരു ക്ലാസ്സിൻ്റെ തുടക്കം എന്നുള്ള നിലയിലും എനിക്കിത് ഓർമ്മിപ്പിക്കാതിരിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം കാര്യം വലിയവരൊക്കെയാണ് നിങ്ങളെങ്കിലും ഒരു ഓർമ്മ എപ്പോഴും നല്ലതാണ്. ഒരാൾ ഒന്ന് ഉണർത്തിക്കഴിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് കുറേയൊക്കെ കൂടി ഒരു ധൈര്യം നിങ്ങൾക്കുണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഈ കാര്യം ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ നമ്മളുടെ തസ്തിക നമുക്കറിയാം, ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന തസ്തികയാണ്. ഇത് ഒരു ജില്ലാതലത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്ന് നമുക്ക് പറയാം. അപ്പം ഇതിൽ കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വെൽഫെയർ ഫണ്ട് ബോർഡിലേക്കാണ് നിയമനം വരുന്നത്. നമ്മൾ ഏത് തസ്തികയായാലും അതിനെപ്പറ്റി ഒന്ന് ജസ്റ്റ് ഒന്ന് അറിയുക. അപ്പോൾ ഈ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്ന് പറയുന്ന തസ്തിക ഓരോ ജില്ലയിലുമുള്ള അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ്, ഡിസ്ട്രിക്ട് ലെവൽ അഡ്മിനിസ്ട്രേറ്റീവ് ഹെഡ് എന്നുള്ള രീതിയിലാണ് വരുന്നത്. അപ്പോൾ അവർ വെൽഫെയർ ആക്ടിവിറ്റികൾ കോർഡിനേറ്റ് ചെയ്യുന്ന ഡ്യൂട്ടികളാണ് ഇവർക്കുള്ളത്. അപ്പോൾ ഇവർ ഒരു ബോർഡിൻ്റെ അണ്ടറിൽ, അതായത് കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വെൽഫെയർ ഫണ്ട് ബോർഡ്, അപ്പോൾ അതിൻ്റെ അണ്ടറിൽ വരുന്ന വർക്കേഴ്സിന്, ഡ്രൈവേഴ്സിന്, അങ്ങനെയുള്ളവരുടെയൊക്കെ വെൽഫെയർ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുന്നു, അത് സൂപ്പർവൈസ് ചെയ്യുന്നു, അത് മാനേജ് ചെയ്യുന്നു. അതൊക്കെയാണ് നിങ്ങളുടെ ഡ്യൂട്ടി. നിങ്ങളെന്ന് ഞാൻ പറഞ്ഞത്, നമ്മൾ ഒരു കോഴ്സിന് ചേരുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മൾ പഠിക്കാൻ തീരുമാനിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം തന്നെ ആ തസ്തിക നമുക്ക് ലഭ്യമായി എന്നുള്ള രീതിയിൽ ആ പോസ്റ്റ് എനിക്ക് കിട്ടി, ഞാൻ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ് എന്ന് തന്നെ ഒരു തീരുമാനത്തിൽ നിങ്ങൾ ആദ്യം എത്തണം. മനസ്സിലേക്ക് ആ കാര്യം ഒന്ന് കടത്തിവിടണം, ഞാൻ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ ആണ്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ തന്നെ നമുക്ക് പിന്നെ നമ്മളുടെ നടപ്പിലും ഭാവങ്ങളിലും എല്ലാം ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസർ എന്നുള്ളൊരു ഭാവമാണ്. അപ്പോൾ സൈക്കോളജിക്കലി നമുക്കൊരു ധൈര്യം വരും.
അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ എത്തുന്ന പോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, വെൽഫെയർ ആക്ടിവിറ്റീസ് കോർഡിനേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അത് മാനേജ് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക എൻ്റെ വർക്കേഴ്സിൻ്റെ ഏത് മേഖലയിലുള്ള കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വെൽഫെയർ ഫണ്ട് ബോർഡിൻ്റെ അണ്ടറിലുള്ള. അപ്പോൾ അതിൻ്റെ ഡിസ്ട്രിക്ട് തലത്തിലുള്ള, അപ്പോൾ എല്ലാ നമ്മുടെ 14 ജില്ലകളിലും ഇതിൻ്റെ ആയിട്ടുള്ള പോസ്റ്റുകളുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ ഡിസ്ട്രിക്ട് ലെവലിലുള്ള ഈ കോർഡിനേഷൻ കംപ്ലീറ്റ് കൈകാര്യം ചെയ്യുന്നത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിന് എക്സാം 2018 3/8/2018 മുമ്പ് എക്സാം നടന്നത്. 2018 ഓഗസ്റ്റ് 3 എക്സാം നടന്നത്. എക്സാം നടന്ന് 2019 23/11/2019 അതിൻ്റെ ഷോർട്ട് ലിസ്റ്റ് വന്നു. അതിനുശേഷം അപ്പോൾ അതിൻ്റെ കട്ട് ഓഫ് വന്നത് 38.67 ആണ്. 38.67 മാർക്ക് മാത്രമായിരുന്നു അന്നത്തെ കട്ട് ഓഫ് മാർക്ക് 28/11/2019. അതിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത് 23/12/2020 2020 അതിൻ്റെ റാങ്ക് ലിസ്റ്റും വരികയുണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ കൈവഴികൾ, അത് എക്സാം നടന്നതും. അപ്പോൾ അത്രയും ഗ്യാപ്പുകളാണ് 18, 19, 20. അപ്പോൾ ഇപ്പോഴും നമ്മൾ ആ ഒരു രീതി തന്നെ പ്രതീക്ഷിക്കാം. 26 എക്സാം നടക്കുന്നു, 27 ആകുമ്പോഴേക്കുമാണ് നമുക്ക് ഏകദേശം ഈ പറയുന്ന രീതിയിൽ അതിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ കടക്കുകയുള്ളൂ. ഇപ്പോൾ കുറച്ചുകൂടി സ്പീഡിലേക്കൊക്കെ ആയിട്ടുണ്ട് എന്നുള്ളതും നമ്മൾ ഓർക്കേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ സിലബസ് എന്ന് പറയുന്നത് അതൊരു വലിയ വെല്ലുവിളിയാണ്. പഠിക്കുന്ന പഠിതാക്കളെ സംബന്ധിച്ചിടത്തോളം ഒരു നിസ്സാര ടാസ്ക് അല്ല, ഒരു വെല്ലുവിളി തന്നെയാണ്. വെല്ലുവിളി എന്ന് ഞാൻ പറഞ്ഞത് പേടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല. ഒരു സിലബസ് നമുക്കുണ്ട് എങ്കിൽ നമുക്ക് പഠിച്ചു തുടങ്ങാം. പക്ഷെ അതില്ലാത്തൊരു സാഹചര്യം വരുമ്പോൾ, അതിനൊരു അവ്യക്തത ഉണ്ടാകുമ്പോൾ ഭയങ്കര പ്രയാസമാണ്. എവിടെ നിന്ന് പഠിക്കണം, ഏത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ഭയങ്കര കൺഫ്യൂഷനാണ്. നമ്മൾ വളരെ ഒരു പെർപ്ലെക്സിങ് സിറ്റുവേഷനിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വരും. അപ്പോൾ ഒരു നിശ്ചിതമായുള്ള സിലബസ്, ഇപ്പോൾ സോഷ്യൽ വർക്ക് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ നമുക്ക് അതും കൃത്യമായിട്ട് ഓരോരോ മൊഡ്യൂളുകൾ വെച്ചൊക്കെ കിട്ടുവാണെങ്കിൽ നമുക്ക് വലിയ ഉപകാരമാണ്. പക്ഷെ ഇതിൽ തമ്പുരാൻ സഹായിച്ച അങ്ങനെ ഒരു രീതി കാണുന്നില്ല. അപ്പോൾ ഇതിൽ നമ്മുടെ LLB ഇതിൽ ആർക്കൊക്കെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം എന്ന് വെച്ചാൽ MSWക്കാർക്ക് പറ്റും, MA സോഷ്യോളജിക്കാർക്ക് പറ്റും, LLB പഠിച്ചവർക്കും പറ്റും. LLB ലേബർ സ്പെഷ്യലൈസേഷനോടുകൂടി LLB എന്ന് പറയുന്നു. അത് ഇന്ന് കേരളത്തിലുള്ള എല്ലാ LLB കോഴ്സുകളും ലേബർ സ്പെഷ്യലൈസേഷൻ തന്നെയാണ്. മുമ്പ് ലേബറും ടാക്സ് അങ്ങനെയുള്ള 2 രീതി ഉണ്ടായിരുന്നു. അതൊന്നും ഇപ്പോൾ ഇല്ല. എല്ലാവരും LLBക്ക് പഠിക്കുന്നവരെല്ലാം ലേബർ ലോ പഠിക്കുന്നവരാണ്. അപ്പം അതുകൊണ്ട് അതിലർത്ഥമില്ല. പിന്നെ നോട്ടിഫിക്കേഷനിൽ അങ്ങനെ വന്നതിൻ്റെ അവ്യക്തതയിലേക്ക് നമുക്ക് കടക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ LLB ബേസ്ഡ് ആയിട്ടുള്ള പോസ്റ്റുകൾക്കുള്ള സിലബസ് എന്ന് പറഞ്ഞ് നമ്മൾക്ക് കേരള PSCയുടെ സൈറ്റിൽ കൊടുത്തിരിക്കുന്നതിൽ നമ്മൾ എടുത്തു പരിശോധിച്ച് നോക്കുമ്പോൾ ഈ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സിലബസ് അതിൽ കിടക്കുന്നുണ്ട്. അതിൽ കിടക്കുന്ന സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ GK ഉണ്ട്, കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അത് പാർട്ട് 1 ആയിട്ട് പറയുവാണ്. പാർട്ട് 1 GK, കോൺസ്റ്റിറ്റ്യൂഷൻ ഇവയൊക്കെയാണ് പാർട്ട് 1 ഇത്. പാർട്ട് 2 പിന്നെ ലോ ആണ് വരുന്നത്, ലോ സബ്ജക്റ്റുകളാണ് വരുന്നത്. ആ ലോ സബ്ജക്റ്റുകൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ എവിഡൻസ് ആക്ട് ഉണ്ട്, തെളിവ് നിയമം, ലോ ഓഫ് കോൺട്രാക്ട്, കരാർ നിയമം, അഡ്മിനിസ്ട്രേറ്റീവ് ലോ, അതേപോലെ പിന്നെ ലേബർ ലോസ്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, ESA ആക്ട്, അതേപോലെ മോട്ടോർ വെഹിക്കിൾ ആക്ട്, കേരള മോട്ടോർ ട്രാൻസ്പോർട്ട് വർക്കർ വെൽഫെയർ ഫണ്ട് ആക്ട്, ഇങ്ങനെ നിരവധി ആക്റ്റുകൾ അടങ്ങുന്ന ഒരു സിലബസാണ് നമ്മൾ അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത്. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇതെല്ലാം നിങ്ങൾ അറിഞ്ഞിട്ട് വേണമല്ലോ പഠനം തുടങ്ങാൻ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. അതായത് DEOയുടെ വ്യക്തമായ ക്ലിപ്തമായ ഒരു സിലബസ്, നിർദ്ദിഷ്ട സിലബസ് നമുക്ക് അവൈലബിൾ അല്ല. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ച് സെർച്ച് ചെയ്ത് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന സിലബസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ LLB ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കുള്ള
പോസ്റ്റുകൾ എന്തെല്ലാം എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നതിൽ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസറുടെ സിലബസ് കൊടുത്തിട്ടുണ്ട്. അതിൽ കൊടുത്തിരിക്കുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ പാർട്ടിൽ GK-യും കോൺസ്റ്റിറ്റ്യൂഷനും, രണ്ടാമത്തെ പാർട്ട് എന്ന് പറഞ്ഞിട്ട് അതിൽ ഇന്ത്യൻ ലോകളാണ് വരുന്നത്. അതായത് ഈ ഇന്ത്യൻ എവിഡൻസ് ആക്ട്, പിന്നെ അതേപോലെ തന്നെ ബാക്കിയുള്ള കോൺട്രാക്റ്റ് ആക്ട്, അതേപോലെ മോട്ടോർ വെഹിക്കിൾ ആക്ട്, അങ്ങനെ ലേബർ ലോസ്, ESI ആക്ട്, അങ്ങനെ കുറേ ആക്റ്റുകൾ വന്നിരിക്കുന്നത്. അതായത് കുറേ നിയമങ്ങളാണ് വന്നിരിക്കുന്നത്. ഇതാണ് അതിൽ കൊടുത്തിരിക്കുന്ന ഒരു സിലബസ്. ഇനി 2018 എക്സാം നടന്നപ്പോൾ ആ എക്സാമിൻ്റെ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഈ പറയുന്ന സിലബസ് വന്നു. അപ്പോൾ അതിൽ കൊടുത്തിരിക്കുന്ന സിലബസ് എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽഡ് സിലബസ് തമ്പുരാൻ സഹായിച്ചില്ല. മറിച്ച് അതിൽ വന്നിരിക്കുന്നത് GK ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അതുണ്ട്. പിന്നെയുള്ളത് സോഷ്യൽ വർക്ക് ഉണ്ട്, സോഷ്യോളജി ഉണ്ട്, ദെൻ ലേബർ ലോ. ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. അതല്ലാതെ ഡീറ്റെയിൽഡ് സിലബസ് മൊഡ്യൂൾ 1-ൽ ഇന്നത്, മൊഡ്യൂൾ 2-ൽ അങ്ങനെ കൊടുത്തിട്ടില്ല. പകരം GK, കോൺസ്റ്റിറ്റ്യൂഷൻ, സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ലേബർ ലോ, PG ലെവൽ എന്ന് ബ്രാക്കറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. അപ്പോഴും ഏതു പഠിക്കും എന്നുള്ള ഒരു ആശങ്ക നമുക്ക് നിലനിൽക്കുന്നു. ഇതെങ്ങനെ തുടങ്ങണം? ഇതൊരു കടൽ പോലെ കിടക്കുമല്ലേ. ലോ ഏതൊക്കെ ഒത്തിരി ലോസ് ഉണ്ട്. അതേപോലെ സോഷ്യോളജി ആണെന്നുണ്ടെങ്കിൽ എവിടെ തുടങ്ങണം? ഇന്ത്യൻ സോഷ്യോളജി ഉണ്ട്, അല്ലാത്തതുണ്ട്, കുറേ തിയറികളുണ്ട്, അങ്ങനെയുണ്ട്. അതേപോലെ സോഷ്യൽ വർക്ക് ആണെന്നുണ്ടെങ്കിലും അപ്പോഴും ആശങ്കയിലാണ്. അപ്പം ഇതാണ് നിലവിലുള്ള സിലബസിൻ്റെ രൂപം എന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥ സിലബസ് വരുമ്പോൾ എന്തായാലും എക്സാമിൻ്റെ ഒരു 2 മാസം മുമ്പാണ് നമുക്ക് സിലബസ് നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയത്തുള്ളൂ. അപ്പോഴാണ് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു സിലബസ് നമുക്ക് കിട്ടത്തുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിപ്പോൾ കോച്ചിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സിലബസുകൾ വെച്ചുകൊണ്ട് ഇതെല്ലാം ക്ലബ് ചെയ്തുകൊണ്ട് നമുക്ക് ക്ലാസ്സുകൾ എടുക്കാനായിട്ട് പറ്റും. നിങ്ങൾ ആ കാര്യത്തിൽ നിങ്ങളാരും പേടിക്കേണ്ട കാര്യമില്ല. അതെല്ലാം എൻ്റെ കയ്യിലേക്ക് വിട്ടേക്കൂ. കാരണം ഇതുവരെയുള്ള എല്ലാ സംഭവങ്ങളുടെയും ഇപ്പോൾ CDPO ആയാലും, ICDS സൂപ്പർവൈസർ ആയാലും, ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ ആയാലും, പ്രിൻസിപ്പൽ കൗൺസിലർ ആയാലും എല്ലാത്തിൻ്റെയും സിലബസ് വന്നത് 2 മാസം മുമ്പാണ്. പക്ഷെ നമ്മൾ കോച്ചിങ് നേരത്തെ സ്റ്റാർട്ട് ചെയ്യുകയും നമുക്ക് കുട്ടികൾക്ക് വേണ്ട സംഭവങ്ങളെല്ലാം നമ്മൾ നേരത്തെ കൂട്ടി കൊടുക്കുകയൊക്കെ ചെയ്തു. പിന്നെ സിലബസ് വന്നു കഴിഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ICDSൻ്റെ അല്ലെങ്കിൽ വെൽഫെയർ ഓഫീസറുടെയൊക്കെ സിലബസ് വന്നപ്പോൾ കുറച്ച് മാറ്റങ്ങൾ ഉണ്ടായി. ആ കുറച്ച് വരുന്ന മാറ്റങ്ങൾ വലുതായിട്ടുള്ള മാറ്റങ്ങളൊന്നും വന്നില്ല. ICDS സൂപ്പർവൈസറിലാണെങ്കിലും എനിക്ക് 2 ആഴ്ച കൊണ്ട് എൻ്റെ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ചെയ്ത് എനിക്ക് തീർക്കാനായിട്ട് കഴിഞ്ഞു. വെൽഫെയർ ഓഫീസറിൻ്റെയും അതുപോലെ തന്നെ എനിക്ക് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് കഴിഞ്ഞു. അപ്പോൾ അതിനു മുമ്പ് തന്നെ കുറേയൊക്കെ നമ്മൾ കവേർഡായിട്ട് പോയി എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. ഇത് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഈ സോഷ്യൽ വർക്ക് എവിടെ നിന്ന് ഏത് പഠിക്കും, സോഷ്യോളജി ഏത് പഠിക്കും, ലേബർ ലോ എങ്ങനെ പഠിക്കും, അവിടെയാണ് ഒരു അധ്യാപകൻ്റെ സ്ഥാനം എന്ന് പറയുന്നത്. ആ അധ്യാപകനെ സംബന്ധിച്ചിടത്തോളം ഇതുവരെ വന്ന അല്ലെങ്കിൽ ഇതുപോലെ കുട്ടികളെ പഠിപ്പിച്ച ഒരു എക്സ്പീരിയൻസ്, അല്ലെങ്കിൽ ഇതുപോലെ കുട്ടികളെ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തി കൊടുത്ത ഒരു എക്സ്പീരിയൻസ്, അത് വെച്ചിട്ട് കുറേ നോളജ് ഉണ്ടാവും. ഇപ്പം എന്നെ മാത്രമല്ല, ഏത് പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അവർ അത് വെച്ചുകൊണ്ട് ഇന്ന മേഖലയിൽ നിന്ന്, ഈ തസ്തികയുമായി ബന്ധപ്പെട്ട് ഇന്ന മേഖലകളിൽ നിന്ന് ക്വസ്റ്റ്യനുകൾ പ്രതീക്ഷിക്കാം എന്നുള്ള രീതിയിൽ സിലബസ് സ്ട്രക്ചർ ചെയ്തിട്ട് അത് വെച്ചിട്ട് ക്ലാസ് അങ്ങ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെയാണ് ഞാനും ചെയ്യുന്നത്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കത് പഠിക്കാം. അത് ഞാൻ പഠിപ്പിക്കുന്നത് നിങ്ങൾക്ക് ഉപകാരപ്പെടാതെ ഒരിക്കലും വരത്തില്ല. എന്തായാലും ഞാൻ പഠിപ്പിക്കുന്നത് ഒഴിവാകത്തില്ല. എന്തായാലും സിലബസിൽ നിന്ന് അത് സിലബസിൽ എന്തായാലും ഉണ്ടാകും. ചിലപ്പോൾ അഡീഷണലായിട്ട്, ചിലപ്പോൾ എന്തെങ്കിലും കൂടുതലായിട്ട് വന്നാലേ ഉള്ളൂ എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എന്തായാലും നമ്മൾ പഠിക്കുന്ന നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരാശങ്കയും വേണ്ട. നമ്മൾ കൃത്യമായിട്ട് നമ്മളത് പഠിപ്പിച്ച് നിങ്ങളെ ആ ലിസ്റ്റ്, നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ ആഗ്രഹത്തിലേക്ക് നിങ്ങളെ എത്തിക്കും. ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ ഞാൻ സജ്ജനാണ് എന്നുള്ളത് ഞാൻ നിങ്ങളെ അറിയിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഡിസ്ട്രിക്ട് എക്സിക്യൂട്ടീവ് ഓഫീസറെ പറ്റി പരിചയപ്പെട്ടു. അതിൻ്റെ സിലബസ് നമ്മൾ മനസ്സിലാക്കി. അത് പഠിപ്പിച്ചു തരാൻ ഞാൻ തയ്യാറാണ് എന്നൊക്കെ ഞാൻ പറഞ്ഞു.
ഇനി അതെല്ലാം മാറി നിന്നിട്ട് കുറച്ച് കാര്യം പറഞ്ഞോട്ടെ. വേറെ ഒന്നുമല്ല, നമുക്കെല്ലാവർക്കും ഒരു ഡിസീസ്, ഒരു രോഗം നമ്മളെല്ലാവരെയും ബാധിച്ചിട്ടുണ്ട്. അത് കോമൺ ആയിട്ടുള്ളൊരു രോഗമാണ് ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതെന്താണ് ആ രോഗം എന്ന് പറഞ്ഞാൽ, നിങ്ങളെ മാത്രം രോഗികൾ എന്ന് പറയുന്നതിൽ അർത്ഥമില്ലാത്തത് കൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് എല്ലാവർക്കും ഉള്ള രോഗമാണെന്ന് പറഞ്ഞത്. അതായത് അതിൻ്റെ ലക്ഷണങ്ങൾ ഏകദേശം ഞാൻ പറയാം. അതായത് ലക്ഷണങ്ങൾ വേറെ ഒന്നുമില്ല. ഏതെങ്കിലും ഒരു നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ നേരെ അതിൻ്റെ ഒഴിവുകളിലേക്ക് നോക്കുന്ന ഒരു ലക്ഷണം കാണാം. എത്ര ഒഴിവുണ്ട്, അതാണ് ആ ഒരു ഏറ്റവും പ്രാഥമികമായിട്ട് കാണുന്ന ഒരു ലക്ഷണം ആ രോഗത്തിൻ്റെ. എന്നിട്ട് അതിൽ നോക്കുമ്പോൾ ഒഴിവുകൾ ഒന്നേ ഉള്ളൂ, അല്ലെങ്കിൽ പ്രതീക്ഷിത ഒഴിവുകളുണ്ട്. അപ്പോൾ തന്നെ പുസ്തകം ഒക്കെ മടക്കി വെച്ച് ഇനി അത് പഠിച്ചിട്ട് കാര്യമില്ല, അത് ഞാൻ പഠിച്ചിട്ട് കാര്യമില്ല, മടക്കി വെച്ചു പുസ്തകമൊക്കെ. അതൊരു ലക്ഷണം. പിന്നെ വേറൊരു ലക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഏതെങ്കിലും ഒരു എക്സാം എഴുതി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് എഴുതി കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു തീരുമാനം, അയ്യോ കുറച്ചുകൂടി പഠിച്ചിരുന്നെങ്കിൽ കുറേ കൂടി മെച്ചപ്പെടുത്താമായിരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകും മനസ്സിൽ. അതും ഈ രോഗത്തിൻ്റെ ഒരു ലക്ഷണമാണ്. പിന്നെയുള്ള ഒരു ലക്ഷണം എന്ന് പറഞ്ഞാൽ, കുറേ എക്സാമുകളിൽ ഇങ്ങനെ എഴുതി, പക്ഷെ അതിലൊന്നും കിട്ടിയില്ല. അപ്പോൾ പിന്നെ ഇനി ഒന്നും ചെയ്യാനായിട്ട് തോന്നാത്തൊരവസ്ഥ. ഇനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ല, കുറേ കഷ്ടപ്പെട്ട് പഠിച്ചതാണല്ലോ, ഇനി പിന്നെ വേണ്ട എന്ന് പറഞ്ഞിട്ട് എല്ലാം മതിയാക്കി ഒരു ഡിപ്രഷൻ അവസ്ഥയിലേക്ക് പോകുന്ന ഒരവസ്ഥ. അങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇതിൻ്റെ ഈ രോഗലക്ഷണങ്ങൾ. പിന്നെ ചിലപ്പോഴൊക്കെ തീരുമാനങ്ങൾ എടുക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ വാക്കുകൾ കേട്ടിട്ട് ചിലപ്പോൾ നാളെ അയ്യോ ഇന്നിപ്പോൾ തന്നെ ഞാൻ പഠിച്ച് അടങ്ങത്തുള്ളൂ, ഞാൻ ഇന്ന് തന്നെ ഇപ്പോൾ പഠിക്കാൻ പോവുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് തീരുമാനമൊക്കെ എടുക്കും. എന്നിട്ട് നാളെ നല്ലോണം പഠിക്കും, മറ്റന്നാൾ നല്ലോണം പഠിക്കും. 2 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഗ്യാസ് പോയി, തീർന്നു. പിന്നെ പഠനം നിർത്തി. അതിന് പലവിധ കാരണങ്ങൾ പറയാറുണ്ട്. കുട്ടിയും കുടുംബമൊക്കെ ഉള്ളവരാണെങ്കിൽ പറയും, അയ്യോ കുട്ടിക്ക് സുഖമില്ലാതെ വന്നു, അപ്പോൾ പിന്നെ ആകെ ഡെസ്പായി, പിന്നെ ക്ലാസ് 2 എണ്ണം കഴിഞ്ഞ് 3-മത്തെ പഠിച്ചില്ല, 4-മത്തെ പഠിച്ചില്ല, പിന്നെ അതങ്ങ് പോയി, അങ്ങനെ പറയും. അതല്ലെങ്കിൽ ജോലി തിരക്ക്, അയ്യോ ഭയങ്കര തിരക്കായിരുന്നു, അപ്പോൾ അവിടെ അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ സമ്മർദ്ദങ്ങൾ, ഇങ്ങനെയുള്ള പല കാരണങ്ങൾ കാണിക്കാറുണ്ട്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ രോഗം എന്ന് പറയുന്നത്. ഈ രോഗത്തിന് നമ്മൾ പല രോഗങ്ങൾക്കും നമ്മൾ ചികിത്സ തേടാറുണ്ട്. പക്ഷെ ഈ രോഗത്തിനുള്ള ചികിത്സ നമ്മളിൽ തന്നെയാണുള്ളത്, അല്ലാതെ നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ആ രോഗം തന്നെയാണ് നമ്മൾ ആദ്യം തന്നെ ഒന്ന് ചികിത്സിച്ചു ഭേദമാക്കണം. നിങ്ങളെടുക്കുന്ന തീരുമാനങ്ങളാണ് നിങ്ങളെ തീർച്ചയായിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എത്തിക്കുന്നത്, അതല്ലാതെ വേറൊന്നുമല്ല. നമ്മൾ ഒരിക്കലും നെഗറ്റീവ് ചിന്തിക്കാതിരിക്കുക. എന്തിനാണ് ഈ നോട്ടിഫിക്കേഷനിൽ ഒഴിവുകളുടെ എണ്ണത്തിലേക്ക് നോക്കുന്നത്? ഞാൻ ഏത് കോച്ചിങ് എടുക്കുമ്പോഴും എല്ലാ കുട്ടികളോടും പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരു തസ്തികയിൽ എത്തണമെങ്കിൽ, നിങ്ങൾക്കൊരു പോസ്റ്റിൽ എത്തണമെങ്കിൽ നിങ്ങൾക്ക് ഒരു ഒഴിവ് മതി. അപ്പോൾ നിങ്ങൾ ശരിക്കും പഠിക്കില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. നിങ്ങൾ എന്തിനാ ഒഴിവുകളിലേക്ക് നോക്കുന്നേ? കുറേ ഒഴിവുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ലഭ്യമാകും, കുറച്ചൊഴിവുകൾ ഉണ്ടെങ്കിൽ കിട്ടത്തില്ല. അവിടെ നിങ്ങൾ കമ്പയർ ചെയ്യുവാണ്, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുവാണ്. മറ്റുള്ളവർ കുറേ പേരുണ്ട്, അവരെന്നേലും കൂടുതൽ അപ്പോൾ നിങ്ങൾക്ക് കഴിവൊന്നുമില്ലേ? ഞാൻ ചോദിക്കുന്നതിന് നിങ്ങൾ മറുപടി പറ. നിങ്ങൾക്ക് കഴിവില്ലേ? നിങ്ങൾ എന്തിനാ നിങ്ങളെ വില കുറച്ച് കാണുന്നേ? നിങ്ങൾ അറ്റ്ലീസ്റ്റ് നിങ്ങളെങ്കിലും വില കൊടുക്കുക. മറ്റുള്ളവർ വില കൽപ്പിച്ചില്ലെങ്കിൽ പോലും നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ നിങ്ങൾ കൊടുക്കുക ഒരു വില. നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചതാണ്, വലിയവരാണ്, പിന്നെ എന്തിനാ നിങ്ങളെ വില കുറച്ച് കാണുന്നേ? നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ബുദ്ധിയില്ലേ? റാങ്ക് ലിസ്റ്റിലെത്തുന്ന ഏതൊരു കുട്ടിയെ പോലെ നിങ്ങൾക്കും ബുദ്ധിയുണ്ട്, നിങ്ങളും പഠിച്ചിട്ടുണ്ട്, MSW, സോഷ്യോളജി, ഇതെല്ലാം നിങ്ങളും പഠിച്ചവരാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നിങ്ങളെ തന്നെ വില കുറച്ച് കാണുന്നേ? അതാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾ യഥാർത്ഥത്തിൽ ഒരു രോഗിയാണ്. ആ രോഗം നിങ്ങളങ്ങ് മാറ്റണം, അത് ചികിത്സിച്ചു മാറ്റണം. നമ്മൾ നെഗറ്റീവ് നമ്മുടെ മനസ്സിൽ നിന്ന് കളയുക, പോസിറ്റീവിലേക്ക് വരിക. കഴിയാത്തത് എന്താ ഉള്ളത്? ഒഴിവുകളുടെ എണ്ണമൊന്നുമല്ല. എനിക്ക് ഒരു തസ്തികയിലേക്ക് നോട്ടിഫിക്കേഷൻ വന്നോ, കേരള PSC ക്ഷണിച്ചോ,
എനിക്ക് അതിലേക്ക് പഠിക്കണം, ഞാനത് പഠിക്കുവാണ് എന്നുള്ള ഒരു തീരുമാനം എടുത്തിട്ട് അതിന് കൃത്യമായിട്ട് പഠിക്കുക. അതല്ലാതെ ഒഴിവുകളുടെ എണ്ണത്തിലേക്ക് നോക്കിയിട്ട് അത് ഞാൻ ഇനി പഠിച്ചിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞ് നെഗറ്റീവ് ചിന്തിക്കല്ലേ. നെഗറ്റീവ് ചിന്തിക്കുവാണെങ്കിൽ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ചിന്തിക്കുന്നത് നമ്മുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്തിട്ടായിരിക്കണ്ടേ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെയൊക്കെ ജീവിതത്തിൽ എന്തെങ്കിലും ഗ്യാരണ്ടി ഉണ്ടോ? ഞാനിപ്പോൾ നിന്നിവിടെ പ്രസംഗിക്കുന്നുണ്ട്, നിങ്ങളത് കേട്ടിരിക്കുന്നുണ്ട്. എത്ര സമയം ചിലപ്പോൾ ഇവിടെ കുഴഞ്ഞങ്ങ് വീഴാം. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിലപ്പോൾ നിങ്ങളവിടെ സ്തബ്ധരായി വീഴാം. അല്ലെങ്കിൽ നാളെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ എന്തും സംഭവിക്കാം. ഓരോ മണിക്കൂറിലും ഓരോ നിമിഷങ്ങളിലും എന്തും സംഭവിക്കാം. പക്ഷേ നമ്മൾ എപ്പോഴെങ്കിലും ഞാൻ ഇന്നിപ്പോൾ മരിക്കും, അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ പഠിക്കണ്ട, അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുത്തു കൊടുക്കണ്ട, അല്ലെങ്കിൽ ഞങ്ങൾ പഠിക്കണ്ട എന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും തീരുമാനിക്കുന്നുണ്ടോ? അപ്പോൾ നെഗറ്റീവ് തീരുമാനിക്കുകയാണെങ്കിൽ ആദ്യം തീരുമാനിക്കേണ്ടത് നമ്മുടെ ജീവിതത്തെക്കുറിച്ചാണ്. നമ്മൾ ആ നെഗറ്റീവ് ആദ്യം ഒന്ന് തീരുമാനിക്കേണ്ടത്. പക്ഷെ നിങ്ങൾ അത് ചെയ്യുന്നില്ല. പകരം ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ മൊത്തം നെഗറ്റീവാണ് ചിന്തിക്കുന്നത്. അതായത് അത് നടക്കില്ല, പിന്നെ കുറേ ഒരു പ്രാവശ്യം നമ്മൾ ചെയ്തു, 2 പ്രാവശ്യം ചെയ്തു, 3 പ്രാവശ്യം പഠിച്ചു, പക്ഷെ കിട്ടിയില്ല, അപ്പോൾ വേണ്ട. അപ്പോൾ ഞാൻ എന്നും കുട്ടികളോട് പറയാറുള്ള ഒരു കാര്യം തന്നെ പറയാം. ഇപ്പോൾ ഒരു മൃഗത്തിൻ്റെ ഒരു ബുദ്ധി പോലും ഇല്ലാത്ത ഒരു രീതിയാണ് നമ്മൾക്ക് ഓരോരുത്തർക്കും. അതായത് ഒരു മൃഗം, ഇപ്പോൾ ഒരു സിംഹം അല്ലെങ്കിൽ ഒരു കടുവ, അത് അതിൻ്റെ ഇരയെ ഓടിച്ചിട്ടു, ഒരു മാനിനെ അല്ലെങ്കിൽ ഒരു മുയലിനെ ഓടിച്ചിട്ടു, കിട്ടിയില്ല, എന്തു ചെയ്യും? ഏതെങ്കിലും കടുവ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സിംഹം ആ ഗുഹയുടെ മുമ്പിൽ തൂങ്ങിച്ചാകുന്ന ചിത്രമുണ്ടോ? അങ്ങനെ ഒരു പുലിയെ കാണിച്ചു തരാൻ പറ്റുമോ? അല്ലെങ്കിൽ നാളെ വേറൊരു മാൻ അതിൽ ഓടുമ്പോൾ അതിനെ ഓടിച്ചിടാത്ത ഒരു പുലിയെയോ സിംഹത്തെയോ കടുവയോ നമുക്ക് കാണിച്ചിട്ട് തരാൻ പറ്റുമോ? ഇല്ല. പക്ഷെ മനുഷ്യർ തീർച്ചയായിട്ടും ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു സംഭവം കിട്ടിയില്ല, ഞാനൊരു എക്സാം എഴുതി, ഞാൻ പ്രിൻസിപ്പൽ കൗൺസിലർ എക്സാം എഴുതി, എനിക്ക് ശോഭിക്കാൻ കഴിഞ്ഞില്ല, പിന്നെ നിരാശയാണ്. അതാ ഞാൻ പറയുന്നത്, നമുക്ക് സെറിബെല്ലവും മെഡുല ഒംബ്ലാങ്കേറ്റൊക്കെ വളർന്ന് പന്തലിച്ച് 100% നിൽക്കുവാണ്. ഒരു കടുവയെ സംബന്ധിച്ചിടത്തോളം അത്രത്തോളം ഒന്നുമില്ല. പക്ഷെ ആ കടുവ അല്ലെങ്കിൽ ആ പുലി ഒരിക്കലും നിരാശപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിൻ്റെ ജീവിതത്തിൽ. അത് വീണ്ടും ഇരയെ തേടി പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുവാണ്. നമ്മൾക്ക് പക്ഷേ മനുഷ്യൻ, ഇത്രയും വികാസം പ്രാപിച്ച മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിരാശ ബാധിച്ച് അങ്ങ് പുസ്തകമൊക്കെ മടക്കി വെച്ച് ഇനി ഒന്നും നടക്കത്തില്ല. ഞാൻ പറയുന്നു, നമുക്ക് നടക്കും. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പ്രായം വരെ ഇത് നടക്കത്തുള്ളൂ. അപ്പോൾ അതുവരെ ഈ അഭ്യാസം നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കണം. ഒരു പ്രാവശ്യം കിട്ടിയില്ല, നമ്മൾ നിർത്തരുത്, അടുത്ത പ്രാവശ്യം പഠിക്കുക. അതുകൊണ്ടുള്ള മെച്ചം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുമ്പോൾ അതിൽ നമുക്ക് ഒരു തഴക്കവും പഴക്കവും കടന്നു വരും. പഠിച്ച കാര്യങ്ങൾ വീണ്ടും പഠിക്കുവാണ്. അപ്പോൾ പിന്നെ വരുന്ന എക്സാമുകളൊക്കെ നമുക്ക് ഈസി ആയിട്ട് വരും. ഇത് മനസ്സിലാക്കാനുള്ളൊരു സാമാന്യ ബോധവും നിങ്ങൾക്കില്ലേ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അപ്പോൾ ഓരോ പ്രാവശ്യവും നമ്മൾ അടിവരയിട്ട് അതിൻ്റെ ബേസ് അങ്ങ് പഠിച്ചു പോവുകയാണ്. ഇപ്പോൾ ഈ റീസെൻ്റ്ലി നടന്ന ഒരു വെൽഫെയർ ഓഫീസറുടെ ഒരു എക്സാം ഉണ്ടായിരുന്നു. വളരെ നല്ല രീതിയിൽ കുട്ടികൾക്ക് പെർഫോം ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്വസ്റ്റ്യൻ പേപ്പർ. അതായത് ഞാൻ കുട്ടികൾക്ക് നല്ല രീതിയിൽ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്തു. എൻ്റെ കുട്ടികൾ എന്നെ നിരാശപ്പെടുത്തിയില്ല എന്നുള്ളതാണ്. നല്ല മാർക്കുകളൊക്കെ സ്കോർ ചെയ്യാനായിട്ട് കുട്ടികൾക്കൊക്കെ അതിൽ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവർ പല കോച്ചിങ്ങുകളിലൊക്കെ എൻ്റെ കോച്ചിങ്ങുകളിലുള്ളവർ തന്നെയായിരുന്നു വീണ്ടും ഇതിൽ വന്നത്. ഇപ്രാവശ്യം നല്ലൊരു മാർക്കുകൾ സ്കോർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പോൾ പഠിപ്പിച്ച കാര്യങ്ങളെല്ലാം ക്വസ്റ്റ്യൻ പേപ്പറുകളിൽ ഏകദേശം നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ് അതിൽ കടന്നു വന്നത് എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ്. ഇപ്പോൾ അതിൽ പങ്കെടുത്ത ഒരു കുട്ടി ഇതിലുണ്ടെന്ന് തോന്നുന്നു. മെൽവി വന്നിട്ടുണ്ടോ? മെൽവി ഉണ്ടോ? മെൽവി ഒന്ന് ജസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒന്ന് പറയാവോ? കാരണം ഈ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. എക്സാം വളരെ കുറച്ച് സിമ്പിൾ ആയിരുന്നു. ബാക്കിയുള്ള നമ്മളിപ്പോൾ ICDS ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അത് വെച്ച് നോക്കുമ്പോൾ വെൽഫെയർ ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കമ്പാരിറ്റീവ്ലി ഈസിയർ ആയിരുന്നു. പിന്നെ നെഗറ്റീവ്സ് നമ്മുടെ ചെറിയ മിസ്റ്റേക്സ് കൊണ്ട് നെഗറ്റീവ് വരാനുള്ള സാധ്യതയുള്ളൂ. പിന്നെ സാർ ഇട്ടേക്കുന്ന നോട്ട്സും ക്വസ്റ്റ്യൻ പേപ്പറും
രണ്ടും കൂടെ പഠിച്ച് ഫുൾ സാർ പറഞ്ഞ പോലെ ഞാൻ പറയുന്നത് അങ്ങോട്ട് അതേപോലെ ചെയ്താൽ നിങ്ങൾക്ക് എക്സാം നന്നായി പെർഫോം ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ പോലെ അത് കറക്റ്റായിട്ട് ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയായിരുന്നു അത്. ഓക്കെ ഓക്കെ മെൽവി. അതുപോലെ തന്നെ ഈ മെൽവി എൻ്റെ അടുത്ത് ഈ വെൽഫെയർ ഓഫീസറിന് ചേർന്നത് ഈ അവസാന നിമിഷം വന്നാണ് ആ കുട്ടി ജോയിൻ ചെയ്തത്. അവസാന നിമിഷം എന്ന് വെച്ചാൽ കൺഫർമേഷൻ വന്നതിന് ശേഷം, അതിന് മുമ്പേ കോച്ചിങ് തുടങ്ങിയതാണ്. പക്ഷേ ആ കൺഫർമേഷൻ കൊടുക്കുന്ന സമയത്ത് ഞാനൊരു വോയിസ് ഇട്ടു. കാരണം നിങ്ങളെല്ലാവരും അത് എഴുതണം, നിർബന്ധമായിട്ട് എഴുതണം. ഒന്നുകിൽ സ്വന്തമായിട്ട് പഠിച്ച്, അല്ലെങ്കിൽ കോച്ചിങ്ങിൽ വേണമെങ്കിൽ നിങ്ങൾ കോച്ചിങ്ങിൽ ജോയിൻ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് ഞാനൊരു മെസ്സേജ് ഇട്ടപ്പോൾ അത് കണ്ടതിന് ശേഷമാണ് മെൽവി വന്ന് ജോയിൻ ചെയ്തത്. മെൽവി, അതും ശരിയല്ലേ? ഒന്ന് പറഞ്ഞേക്കൂ. അതെ, സാറിന്റെ മെസ്സേജ് കണ്ടപ്പോഴും ഞാൻ ആദ്യം അങ്ങനെ മടിച്ചു നിന്നു. പിന്നെ ഈ PSCയുടെ മെസ്സേജ് വന്നു, കൺഫർമേഷന് ഉള്ള ഇൻഫർമേഷൻ മെസ്സേജ് വന്നപ്പോഴാണ് ഞാൻ ശരി എന്നാ കൊടുക്കാം എന്ന് വിചാരിച്ച് കൊടുത്തിട്ട് സാറിനോട് എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുമോ, ഞാൻ ക്ലാസ്സിൽ ചേർത്തിന്ന് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് വളരെ കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ. ഒരു 2 മാസം തികച്ചുണ്ടായിരുന്നു പോലും അറിയില്ല. ഇല്ല, 1.5 മാസത്തിലുണ്ടായിരുന്നു. 1.5 മാസം. സാറിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് എനിക്കൊരു ഈ പറഞ്ഞ 70 മാർക്കിങ്ങിൽ എത്താൻ സഹായിച്ചത്. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ്. കാരണം എനിക്ക് ക്ലാസ് കണ്ടിട്ട് നോട്ട് എഴുതി പിന്നെ അത് പഠിച്ചു തീർക്കാനുള്ള സമയം ഒരിക്കലും ഉണ്ടായിരുന്നില്ല. സാറ് ഫസ്റ്റ് ടെസ്റ്റ് പേപ്പർ ഇടുന്നവരെ ഞാൻ സാറിന്റെ നോട്ട്സ് പറ്റാവുന്ന അത്രയും വായിച്ചു, പഠിച്ചു, റിവൈസ് ചെയ്തു. പഠിച്ചത് തന്നെ റിവൈസ് ചെയ്തു. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടിയപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്തു. എന്നിട്ട് അത് വെച്ചിട്ടുള്ളത് ഏതൊക്കെ ഇതാണ് നോക്കി അതിനനുസരിച്ച് പഠിച്ചെടുത്തു. ഒരു 10 ക്വസ്റ്റ്യൻ പേപ്പർ വരെ. ഓക്കെ ഓക്കെ മെൽവി. താങ്ക് യു. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെ പലവിധ ഉദാഹരണങ്ങൾ നമ്മുടെ മുമ്പിൽ ഉണ്ട്. ജോലി ലഭ്യമായവരും ഒക്കെ ഉണ്ട്. ഇപ്പോൾ എല്ലാവരെയും നമ്മൾ ഇതിപ്പോൾ കുട്ടി ഇതിലുണ്ടായിരുന്നത് കൊണ്ടാണ് ഞാൻ അത് പറഞ്ഞത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ആ ഒരു ചെറിയൊരു കാലമാണ് പറഞ്ഞത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് പിന്തിരിഞ്ഞ് നോക്കേണ്ടി വരത്തില്ല. ഇപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ പരാജയപ്പെട്ടു എന്ന് കരുതിയിട്ട് നമ്മൾ പിന്നെ അടുത്തതിന് ചെയ്യാതിരിക്കുന്ന ആ യുക്തിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ആകരുത്. നമ്മൾ തുടർച്ചയായിട്ട് പഠിച്ചുകൊണ്ടിരിക്കണം. അത് ഞാൻ പറഞ്ഞത്, നിങ്ങളെപ്പോഴും നെഗറ്റീവിലേക്ക് ചിന്തിക്കുന്നതുകൊണ്ടാണ് പ്രശ്നം. ഇങ്ങനെ ഞാൻ പറയുമ്പോൾ നിങ്ങൾ ഓരോരുത്തരും വിചാരിക്കുന്നത് ആ കോച്ചിങ് സ്ഥാപനത്തിന് അല്ലെങ്കിൽ അങ്ങോർക്ക് കുറേ പൈസ കിട്ടുമല്ലോ, അവിടെയാണ് നിങ്ങൾക്ക് തെറ്റ്. ഇവിടെ ഒരിക്കലും ഞാൻ പറയുന്നില്ല നിങ്ങൾ കോച്ചിങ് എടുത്തിട്ട് പഠിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ കോച്ചിങ് എടുക്കുമ്പോൾ ഒരു മെച്ചം ഞാൻ സൂചിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രം, വേറൊന്നുമല്ല. നമ്മൾ ഒറ്റയ്ക്ക് പഠിക്കുമ്പോൾ നമുക്ക് ഈ പറയുന്ന സംഭവങ്ങളൊക്കെ കണ്ടെത്താനായിട്ട് കുറേ സമയമെടുക്കും. അതായത് നമ്മൾക്ക് ആകെ ആശ്രയം എന്ന് വെച്ചാൽ ഈ നെറ്റാണ്. അപ്പം നമ്മൾ ഗൂഗിളിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ വേണ്ടി നമ്മുടെ ഫോൺ ഇങ്ങ് എടുക്കും. എടുത്തു കഴിയുമ്പോൾ എന്താ ചെയ്യുക, നമ്മളിങ്ങനെ തോണ്ടി ഒരു സാധനം ഇങ്ങനെ നോക്കുമ്പോൾ വേറെ കുറേ സാധനങ്ങൾ വരും. അപ്പോൾ അതിലേക്ക് നോക്കി ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ആ വീഡിയോ കണ്ട് അന്നത്തെ ദിവസം പിന്നെ പിറ്റേ ദിവസം വീണ്ടും പൂർവാധികം ശക്തിയോടുകൂടി പഠിക്കണം. അപ്പോൾ ഇന്നൊരു ടോപ്പിക്ക് സോഷ്യോളജി ഓഫ് ഇന്ത്യൻ സോഷ്യോളജി നോക്കി വല്ലതും കിട്ടുമോ എന്നൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ വേറൊരു വീഡിയോ വരുന്നു. അപ്പോൾ അതൊന്നിരുന്ന് തോണ്ടി അന്നത്തെ ദിവസവും പോയി. ഇതാണ് സംഭവിക്കുന്നത്. കാരണം നമ്മളുടെ കയ്യിൽ ഇത് ക്രോഡീകരിച്ച് കൊണ്ടുവരാനായിട്ട് നമ്മൾ അങ്ങനെ ഇരിക്കത്തില്ല. പിന്നെ ഉള്ളത് ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ ഒരു ഗ്രൂപ്പ് ഫീലിംഗ്, അതല്ല നമ്മൾ ഗ്രൂപ്പ് വർക്കിലൊക്കെ പഠിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ ചെയ്യുന്ന എല്ലാവരും പഠിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ സാറ് നോട്ട് ഇടുന്നുണ്ടല്ലോ, സാറിൻ്റെ ക്ലാസ് ഇന്നുണ്ടല്ലോ, അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ഒന്ന് പഠിക്കാനായിട്ടുള്ളൊരു വ്യഗ്രത ഉണ്ടാവും. അതുമാത്രമല്ല, ഡെയിലി നമ്മളൊരു ക്ലാസ്സിൽ കൂടി കടന്നു പോകുമ്പോൾ നമുക്ക് എന്തായാലും പഠിക്കണം എന്നുള്ളൊരു ത്വര നമ്മളിലുണ്ടാവും. അത് വലിയൊരു കാര്യമാണ്. അതേസമയം നമ്മൾ അല്ലാത്ത രീതിയിലാകുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ചാൽ ഇങ്ങനെ തോണ്ടി നമ്മുടെ സമയവും നമ്മുടെ ജീവിതവും പോകും. അപ്പോൾ അങ്ങനെയല്ല, നിങ്ങൾ പഠിക്കാൻ വേണ്ടി തയ്യാറാവുകയാണെങ്കിൽ ഞാൻ ധൈര്യപൂർവ്വം പറയുന്നു, നിങ്ങളായിട്ട് ഒരു സാധനം പോലും നിങ്ങൾ കണ്ടെത്തേണ്ട കാര്യമില്ല. ഞാൻ തരുന്ന സംഭവങ്ങൾ സമാധാനപൂർവ്വം നിങ്ങൾ പഠിക്കുക. എൻ്റെ ക്ലാസ് ഉണ്ടാകും, നോട്ട് ഞാൻ തന്നെ തയ്യാറാക്കുന്ന PDF നോട്ടുകളാണ്, അതുണ്ടാകും, ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാകും. ഈ 3 കാര്യങ്ങൾ ഒരേപോലെ മാനേജ് ചെയ്ത് നിങ്ങൾ കൊണ്ടുപോകണം. അതല്ലാതെ ഈസി ഗോയിങ് ആയിട്ട് ഒരു പരിപാടി നടക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ ജോയിൻ ചെയ്യുകയും വേണ്ട, പഠിക്കുകയും വേണ്ട. ഈസി ഗോയിങ് എന്ന് പറഞ്ഞാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം ഏതായാലും ജോയിൻ ചെയ്തേക്കാം, സാർ ഇങ്ങനെയൊക്കെ പറഞ്ഞതല്ലേ, എന്നിട്ട് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ സാറിൻ്റെ നോട്ട്
ആ പ്രിൻ്റ് എടുത്ത് അത് പഠിക്കാം, അത് മതി. അപ്പോൾ ചിലർ വിചാരിക്കും ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടല്ലോ, ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ടൊരു അഭ്യാസം കാണിക്കാം. ഇവിടെയൊക്കെ നിങ്ങളുടേതായിട്ടുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ചിട്ട് നിങ്ങൾ തിരിയുമ്പോൾ ഇവിടെ തമ്പുരാൻ അതിലും വലിയ ഇഷ്ടക്കേട് കാണിക്കും. ഒന്നും നടക്കത്തില്ല. കാരണം അത്രയും കോമ്പറ്റീഷൻ ഉണ്ട്. ഞാൻ ചിലപ്പോൾ ക്ലാസ്സിൽ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പോയിന്റ് കൂടുതൽ ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും. അത് ചിലപ്പോൾ നോട്ടിൽ ചിലപ്പോൾ പെടുത്തിയിട്ടുണ്ടാവില്ല. ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നവർ ചിലപ്പോൾ ആ ക്ലാസ്സിൽ പറഞ്ഞതായിരിക്കും ചിലപ്പോൾ ചോദിക്കുന്നത്, എങ്ങനെ എഴുതും? അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നോട്ട് നോക്കിയില്ലെങ്കിൽ അതും പ്രശ്നം. ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടുള്ള പ്രയോജനം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കൃത്യമായിട്ടൊരു ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് ഒരു പരിശീലനം. ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ എന്ന് വെച്ചാൽ നമ്മൾ ആഴ്ചയിൽ ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ കോച്ചിങ്ങിൻ്റെ ക്ലാസ്സിനെ പറ്റിയാണ് പറയുന്നത്. ആഴ്ചയിൽ ഒരു 3 ക്ലാസ് ഇപ്പോൾ തുടക്കത്തിൽ നമ്മൾക്ക് അങ്ങ് എടുത്തു തുടങ്ങാമെന്നാണ് വിചാരിക്കുന്നത്. എന്നിട്ട് ബാക്കിയുള്ള 4 ദിവസം നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സമയം തരുന്നു. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കൈകാര്യം ചെയ്യാനായിട്ടുള്ള സമയമാണ് ഞായറാഴ്ച ദിവസം. അപ്പം നിങ്ങൾ 3 ദിവസത്തെ 4 ദിവസം കൊണ്ട് പഠിക്കുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്നു. അപ്പം നിങ്ങൾ അത് പഠിച്ചൊരു പരിശീലനം നിങ്ങൾക്ക് കിട്ടുവാണ്. എന്നിട്ട് 4 ആഴ്ച പിന്നിടുമ്പോൾ അപ്പോൾ 1 മാസമായില്ലേ? 1 മാസം കഴിയുമ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് ഈ 4 ആഴ്ചകളുടെയും ചേർത്തിട്ട് ഒരു വലിയൊരു ക്വസ്റ്റ്യൻ പേപ്പർ ഇടാം. അപ്പം നിങ്ങൾ ആദ്യം തുടങ്ങിയുള്ളത് വീണ്ടും പഠിക്കുവാണ്. അങ്ങനെ നമ്മൾ പഠിച്ചു വരുമ്പോൾ നമ്മുടെ മെമ്മറിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് കഴിയും. അതേപോലെ ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറഞ്ഞാൽ ടൈം മാനേജ് ചെയ്ത് കൃത്യമായിട്ട് സമയം അതിൽ പറഞ്ഞിട്ടുണ്ടാവും. എന്നിട്ട് നിങ്ങളൊരു OMR ബബിളിംഗ് ഷീറ്റ് വാങ്ങിയിട്ട് കൃത്യമായിട്ട് ആ ടൈം മാനേജ് ചെയ്ത് നിങ്ങൾ ശീലിക്കണം. എങ്കിൽ മാത്രമാണ് അതുകൊണ്ട് ഉപകാരം ഉണ്ടാകത്തുള്ളൂ. ക്വസ്റ്റ്യൻസ് നല്ല ടഫായിരിക്കും. അപ്പോൾ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളിവിടെ ടഫായിട്ടുള്ളൊരു കാര്യം പരിശീലിച്ചുകൊണ്ട് നിങ്ങൾ PSC എക്സാമിന് ചെല്ലുമ്പോൾ അവിടെ എൻ്റെ അത്രയും ടഫ് ഒന്നും ആ ക്വസ്റ്റ്യൻ പേപ്പറിന് ഉണ്ടാകാനുള്ള സാധ്യതയില്ല. ഉണ്ടായിരുന്നോ മെൽവി? എൻ്റെ അത്രയും ടഫായിരുന്നോ ക്വസ്റ്റ്യൻ പേപ്പർ? അതാണ് മനസ്സിലായി. അപ്പോൾ എന്തുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മൊത്തം അങ്ങനെ ഒരു രീതിയിൽ, അതായത് ടഫായിട്ട് ചെയ്യുന്നു എന്ന് വെച്ചാൽ നിങ്ങളെ കൊണ്ട് പരീക്ഷ എഴുതിപ്പിക്കരുത് എന്നുള്ളതല്ല. നിങ്ങൾക്ക് എല്ലാ കോൺസെപ്റ്റുകളും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് ഈ തരുന്നത്. അപ്പം നിങ്ങൾ അതിനെക്കുറിച്ച് ശരിക്കും ഒന്ന് തറവായിട്ട് പഠിച്ചു പോവുകയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ബേസ് ലെവലിലുള്ള ക്വസ്റ്റ്യനുകളാണ് ചോദിച്ചത്. അപ്പോൾ വളരെ ടഫായിട്ടുള്ളത് പഠിച്ചു വെച്ചിരിക്കുന്നവർക്ക് ബേസ് ലെവലിലുള്ളത് ഈസി ആയിട്ട്, അതുപോലെ ടൈം മാനേജ്മെൻ്റ് ഒക്കെ കൃത്യമായിട്ട് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. ഇപ്പോൾ എല്ലാം വലിയ ഷീറ്റ് പോലുള്ള ക്വസ്റ്റ്യനുകളാണ്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെ ഉണ്ടാകും, ഒരു 1/2 പേജ് അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസാണ് വരുന്നത്. അപ്പോൾ അത് കൃത്യമായിട്ട് ആ സമയം നോക്കി അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാനും ഇടുന്നത്. അപ്പോൾ നിങ്ങളതിൽ പരിശീലനം കിട്ടിയങ്ങ് മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഒന്ന് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക. അതായത് നമ്മുടെ രോഗം എന്താണെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞു. ഇനി ആ രോഗത്തിന് നമുക്കൊന്ന് ചികിത്സിക്കണം. ആ ചികിത്സയാണ് ഞാൻ പറയുന്നത്. നമ്മൾ തന്നെയാണ് നമ്മളുടെ ഡോക്ടർ. നമ്മളുടെ പ്രശ്നം നമ്മൾ മനസ്സിലാക്കി, നോട്ടിഫിക്കേഷൻ വരുമ്പോൾ ഇനി ജന്മം ചെയ്ത എത്ര ഒഴിവുകളുണ്ട് എന്നുള്ളത് നോക്കുന്നില്ല. നമ്മൾ പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ടോ, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് പഠിക്കുന്നു. ഒന്നുകിൽ സ്വയമായിട്ട് പഠിക്കുന്നു, അതല്ലെങ്കിൽ കോച്ചിങ് എടുക്കുന്നു. ഇനി കോച്ചിങ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ചോയ്സാണ് കോച്ചിങ് എടുക്കൽ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതായത് പലരുടെയും ദുരനുഭവങ്ങൾ എൻ്റെ ചെവിയിൽ കേൾക്കുന്നത് കൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഉപദേശിക്കുന്നത്. അല്ലാതെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ പറ്റിയും കുറ്റം പറയാൻ ഞാൻ ആളല്ല. ഓരോരുത്തർക്കും ഓരോരോ രീതിയുണ്ട്. എൻ്റെ രീതി ആയിരിക്കില്ല വേറൊരാൾക്ക്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അതിനെപ്പറ്റി കൃത്യമായിട്ടൊരു അറിവ് നേടിയതിന് ശേഷം മാത്രം അതിൽ ജോയിൻ ചെയ്യുക. അത് നിങ്ങൾക്ക് ആരോടെങ്കിലും അവിടെ ചേർന്നവരുണ്ടെങ്കിൽ ഒന്ന് ചോദിച്ച് മനസ്സിലാക്കുക. ഇപ്പോൾ എൻ്റെ ആണെന്നുണ്ടെങ്കിലും എൻ്റെ കോഴ്സിൽ ചേർന്ന് ആരോടെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. അതല്ലാതെ ഞാൻ പറയുന്ന ഈ വായ്ത്താളം കേട്ടിട്ട് കാര്യമില്ല. എന്നിട്ട് എങ്ങനെയുണ്ട് ആ ക്ലാസ്, അദ്ദേഹം പറഞ്ഞതുപോലെ ആരെങ്കിലുമൊക്കെ ജോലി കിട്ടിയിട്ടുണ്ടോ, ഈ പറയുന്ന പോലെ ക്വസ്റ്റ്യൻ പേപ്പർ കൊണ്ടൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ടോ, ഇങ്ങനെയൊക്കെ ഉള്ളതൊന്ന് അന്വേഷിച്ച് അതിനെക്കുറിച്ച് തൃപ്തി അടഞ്ഞതിന് ശേഷം മാത്രം ജോയിൻ ചെയ്യുക. പിന്നെ എവിടെ ആയാലും, എൻ്റെ ആയാലും ആരുടെ ആയാലും സിലബസ് കവർ ചെയ്ത് കിട്ടുന്നുണ്ടോ? കാരണം ഒരുപാട് കുട്ടികൾ ബുദ്ധിമുട്ടി ICDS സൂപ്പർവൈസറുടെ കോച്ചിങ്ങിൽ പെട്ടിട്ട്. കാരണം അവർ സിലബസ് പുതിയത് വന്നപ്പോൾ എടുത്തു കൊടുത്തില്ല.
അങ്ങനെ കുട്ടികൾ കഷ്ടപ്പെട്ട് ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ അങ്ങനെയൊക്കെ വരുമ്പോൾ എത്രമാത്രം ദുഃഖമാണ് ഓരോ കുട്ടിയും ഫേസ് ചെയ്യുന്നത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും. നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയാണ്. അപ്പോൾ ഈ പൈസ അത്രയും കൊടുത്തു കഴിയുമ്പോൾ പഴയ സിലബസ് പഠിക്കാനാണോ നമ്മൾ പൈസ കൊടുത്തത്? അതുകൊണ്ട് ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ ഈ ഓൺലൈൻ ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാനായിട്ട്. അപ്പോൾ പഴയ സിലബസ് എടുത്ത് നിന്നിട്ട് എന്താ കാര്യം? നമ്മുടെ പൈസയും പോയി, സമയവും പോയി, ആകെ കൂടി വിഷമമാകത്തില്ലേ? അപ്പോൾ അങ്ങനെ കുറേ കുട്ടികൾ അവസാനം എൻ്റെ ICD സൂപ്പർവൈസറുടെ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്തു. കാരണം എന്നിട്ട് എന്നോട് ചോദിച്ചു അവിടെ എന്തെങ്കിലും കേസ് കൊടുത്തിട്ട് നമുക്ക് ആ പൈസ വാങ്ങിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. നമ്മളിപ്പോൾ ആ കേസിൻ്റെ പുറകെ പോകലാണോ ഇപ്പോൾ നമ്മളുടെ പരിപാടി എന്ന് ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു. ഇപ്പം നമ്മളെങ്ങനെ ആയാലും പഠിക്കുക എന്ന് പറഞ്ഞിട്ട് ആ കുട്ടികൾ പിന്നെ എന്തോ അവരുടെ എന്തോ ഒരു മീറ്റിങ്ങൊക്കെ കൂടിയിട്ട് കുറച്ച് പൈസ തിരിച്ചു തരാനൊക്കെ പറയാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ആർക്കും കിട്ടിയതായിട്ട് അറിവില്ല, പൈസ പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സിലബസ് കവർ ചെയ്യുന്നുണ്ടോ എന്നറിയുക. കാരണം എല്ലാവരും, ഞാൻ ഉൾപ്പെടെ ഉള്ളവരെല്ലാവരും പഴയ സിലബസ് വെച്ചിട്ടാണ് എടുക്കുന്നത്. പക്ഷെ ഞാൻ എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ നമ്മളൊരു ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ഇന്നതൊക്കെ വരും എന്നുള്ളത്. പിന്നെ നമ്മുടെ ക്ലാസ് എക്സാമിൻ്റെ തലേ ദിവസം വരെ ഉണ്ടാവും. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു രീതിയിലും പേടിക്കേണ്ടതില്ല. കാരണം ഞാൻ അതേസമയം ക്ലാസ് ഇത്രയേ ഉള്ളൂ, കുറച്ച് റെക്കോർഡഡ് ക്ലാസ് അങ്ങ് തരുവാണ്. ലാസ്റ്റ് ഓൺലൈൻ ക്ലാസ്സും ഇല്ല, നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പറ്റില്ല. ഫോണിൽ വിളിക്കുമ്പോൾ പറയും റെക്കോർഡഡ് ക്ലാസ് ഇട്ടിട്ടുണ്ട്, നിങ്ങളത് പഠിച്ചാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു രീതി ആകുമ്പോൾ നമുക്ക് പഠനം സുഗമമാകത്തില്ല. അങ്ങനെ നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് അവിടെ ഒരു ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഒരു പഠനം സുഗമമാകത്തില്ല. കുറേ ക്ലാസ്സുകൾ വന്നിങ്ങനെ ആഡ് ചെയ്ത് ഗൂഗിൾ ക്ലാസ് റൂമിൽ വന്ന് കിടക്കുന്നു. നമ്മൾ ഇതേത് പഠിക്കണം, എവിടെ തുടങ്ങണം? അങ്ങനെ റെക്കോർഡഡ് ക്ലാസ്സുകൾ കിട്ടിയതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അതുകൊണ്ട് ഉപകാരം നമുക്ക് കിട്ടത്തില്ല. നമുക്ക് ഈ പറയുന്ന രീതി, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. ക്ലാസ്സുകളിൽ കൂടാൻ കഴിയാത്തവർ അന്നത്തെ ദിവസം തന്നെ അത് റെക്കോർഡഡ് ക്ലാസ് ഇടും, അത് കേൾക്കുക, എന്നിട്ട് അടുത്ത ദിവസം അത് പഠിച്ച് വരിക. പിന്നെ ഓൺലൈൻ ക്ലാസ്സിൽ ചില പരിമിതികളുണ്ടല്ലോ, ചിലർക്ക് നെറ്റ് ഇഷ്യൂസ് അങ്ങനെയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളെല്ലാം റെക്കോർഡഡ് ക്ലാസ് ഞാൻ ഇട്ടതിൻ്റെ ക്ലാസ് എടുത്ത് പിറ്റേ ദിവസം തന്നെ റെക്കോർഡഡ് ക്ലാസ് ഇടും. അപ്പോൾ അത് കാണുക, പിന്നെ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുക. പിന്നെ ക്ലാസ് ഇപ്പോൾ 3 ക്ലാസ് ആണെങ്കിൽ ആ 3 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ നോട്ട് ഇടത്തുള്ളൂ. അല്ലാതെ നോട്ടേ എന്ന് പറഞ്ഞിരുന്ന് കരയരുത്. നോട്ട് ഇടുന്നത് നമ്മളുടെ 3 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നോട്ട് ഇടുന്നു. നോട്ട് ഇട്ടതിന് ശേഷം മാത്രമാണ് എക്സാം നടത്തത്തുള്ളൂ. അപ്പോൾ എല്ലാവരും കൃത്യമായിട്ട് അതിൽ പങ്കെടുക്കണം ആ എക്സാമിലൊക്കെ. അപ്പോൾ അതാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആ രോഗം മറന്നു പോകരുത്. 2 ദിവസം ഈ പറഞ്ഞതൊക്കെ പാലിക്കും. 3-ാമത്തെ ദിവസം പണ്ടത്തെ ചങ്കരം തെങ്ങുമ്മേ തന്നെ എന്ന് പറഞ്ഞ രീതിയിലിരിക്കുന്ന ആ ഒരു പ്രകൃതത്തിലേക്ക് പോകരുത്. അപ്പോൾ നമ്മുടെ രോഗം നമ്മൾ തിരിച്ചറിഞ്ഞേ, നമ്മുടെ രോഗം നമ്മൾ രോഗിയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ തന്നെ നമ്മുടെ ചികിത്സ ചെയ്യാൻ തീരുമാനിച്ചു. എന്താണ്? നമ്മൾ പഠിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ നമ്മളൊരു നല്ലൊരു കോച്ചിങ് സ്ഥാപനം, ഇപ്പം ഞാനാണോ അല്ലെങ്കിൽ വേറെ ആരാണോ അത് തീരുമാനിച്ചു. അപ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി പറയുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ചിട്ടയായിട്ടുള്ളൊരു പഠനം നമുക്ക് വേണം. ഒന്നും നമ്മൾ പിന്നെയാവാം എന്ന് പറഞ്ഞ് മാറ്റി വെക്കരുത്. എല്ലാം നമ്മൾ ഇപ്പം തന്നെ ചെയ്യേണ്ട കാര്യം ഇപ്പം തന്നെ ആക്കണം. ഇന്ന് ചെയ്യാൻ നമ്മൾ വിചാരിച്ചാൽ ഇപ്പം തന്നെ അത് ചെയ്തങ്ങ് തീർക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. മനസ്സിലായോ? അപ്പോൾ ഒരു കവിതയിൽ പറഞ്ഞതുപോലെ തന്നെ എന്താണ്, വിഷം തിന്നു മടുത്തു വല്ലതും കൃഷി ചെയ്യണം പിന്നെയാവാം. ഇതാണ് ഈ വിഷം ഒക്കെ തിന്നും മടുത്ത് കൃഷി ചെയ്യണം എന്ന് തീരുമാനിക്കുകയാണ്. അപ്പോഴാണ് തീരുമാനിക്കണത് എന്ത്? പിന്നെയാവാം എന്ന് തീരുമാനിക്കുകയാണ്. കൊഴുപ്പേറി വീർത്തു പുലർച്ചെണീറ്റു നടക്കണം പിന്നെയാവാം. എന്താണ്? കൊഴുപ്പേറിയിട്ട് കൊളസ്ട്രോളൊക്കെ വന്ന് ഭയങ്കരമായിട്ട് ഇതായി, അന്ന് ഇനി പുലർച്ചെണീറ്റൊന്ന് നടക്കണം, ഒരു വാക്കിങ് നടത്തണം എന്ന് തീരുമാനിച്ചു. അപ്പോഴും തീരുമാനം എന്താ? പിന്നെയാവാം എന്നാ പറയുന്നത്. അവസാനം കവി പറയുന്നു, ഒടുവിൽ നാട്ടുകാർ പറഞ്ഞു പിന്നെയാകാൻ പറ്റില്ല, വെച്ചിരുന്നാൽ നാറും. എന്താ അതിൻ്റെ അർത്ഥം? ആളുപോയി, ആളെ തെക്കോട്ടെടുത്തു, എല്ലാം പിന്നെയാവട്ടെ എന്ന് പറഞ്ഞു. അവസാനം എന്താ? നാട്ടുകാർ പറഞ്ഞു പിന്നെയാകാൻ പറ്റത്തില്ല, കാരണം ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഇത് ആകെ നമുക്ക് ഭയങ്കര സ്മെല്ലാവും, നാറിയിട്ട് നിൽക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്നൊരവസ്ഥ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ പിന്നെയാക്കാനായിട്ടൊന്നും നിൽക്കരുത്. എല്ലാം ഇപ്പം തന്നെ അങ്ങ് ചെയ്യുന്നൊരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകണം. പിന്നെയാക്കിയാൽ നമ്മൾ ഉണ്ടാകുമെന്ന് എന്താണ് ഉറപ്പ്? അപ്പോൾ ആ ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം. അപ്പോൾ നമ്മുടെ രോഗം തിരിച്ചറിഞ്ഞു, നമ്മളിനി ഒരു കാര്യവും പിന്നെയാക്കത്തില്ല, നമുക്ക് അവസരങ്ങൾ വളരെ കുറവാണ്, അതുകൊണ്ട് നമ്മൾ കൃത്യമായിട്ട് പഠിക്കാൻ തീരുമാനിച്ചു. അതിൽ നമ്മൾ ഒരു ചിട്ടയായിട്ടുള്ള പഠനവും നമ്മൾ തീരുമാനിച്ചു എന്നുള്ളതാണ്.
അപ്പോൾ ഇനി എന്നെക്കുറിച്ച് അറിയാൻ വയ്യാത്തവർ ഇതിലുണ്ട്. ഇനി അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം ക്ലാസ് നമുക്ക് ഒന്ന് എടുക്കാം. വലുതായിട്ടൊന്നുമല്ല, ഒരു ചെറുതായിട്ട്. കാരണം നിങ്ങൾ ആരാണ് ഇയാൾ ഈ പറയുന്ന വായ്ത്താളുള്ളൂ, ഇയാൾ കുറേ സമയമായിരുന്നു ഇങ്ങനെ പ്രസംഗിക്കുന്ന എന്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കാര്യങ്ങൾ ഒരു ഭാഗം ഞാനൊന്ന് എടുത്തു തരാം. ഇതുപോലെ തന്നെയാണ് നിൻ്റെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. ഞാൻ തന്നെയാണ് മുഴുവൻ ക്ലാസ്സുകളും എടുക്കുന്നത്, വേറെ ആരെയും ഇതിൻ്റെ അകത്ത് ഭാഗമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളും ഞാൻ തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മളുടെ ഇതിൽ കൂടുതലും ലോസിന് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. മനസ്സിലായി? വെൽഫെയർ ലോകൾക്ക് പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. ലോ എന്ന് പറയുമ്പോൾ ലേബർ ലോസും വെൽഫെയർ ലോസും സോഷ്യൽ ലെജിസ്ലേഷനും ഒക്കെ കടന്നു വരും. അതിനെല്ലാം നമ്മൾ ഈ തസ്തികയിൽ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടതുണ്ട്. അതേപോലെ നമ്മുടെ സോഷ്യൽ വർക്ക് നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. പുതിയ സിലബസ് ഞാൻ പ്രതീക്ഷിക്കുന്നത് സോഷ്യൽ വർക്ക് ഉണ്ടാകും, അതേപോലെ തന്നെ സോഷ്യോളജി ഉണ്ടാകും, അതേപോലെ നമ്മളുടെ ഈ സോഷ്യൽ ലെജിസ്ലേഷൻ ഉണ്ടാകും, ദെൻ ലേബർ ലോസ് ഉണ്ടാകും. അങ്ങനെയുള്ള 5 മൊഡ്യൂളുകളിലായിട്ട് ഒന്നുകിൽ അത് മൊത്തം വിഭജിച്ച് 10 സാധനമായിട്ട് വരാം, അതല്ലെങ്കിൽ 5 മൊഡ്യൂളുകളായിട്ട് നമുക്ക് മൊത്തം വിഭജിച്ചുകൊണ്ട് കാര്യങ്ങൾ വരാനായിട്ടുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. അപ്പോൾ ഇതെല്ലാം അത്രയും പ്രാധാന്യത്തോടു കൂടി നമ്മൾ പഠിച്ചാൽ മാത്രമാണ് നമ്മൾ രക്ഷപ്പെടത്തുള്ളൂ എന്നുള്ളത് നമ്മൾ ഓർക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മളതിൻ്റെ ക്ലാസ്സിനെ കുറിച്ചൊന്ന് പരിചയപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു ചെറിയൊരു ക്ലാസ്സിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിലുള്ള വിഷയങ്ങൾ സോഷ്യൽ വർക്ക്, സോഷ്യോളജി, ലേബർ ലോ, വെൽഫെയർ ലോസ്, സോഷ്യൽ ലെജിസ്ലേഷൻ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ലേബർ ലോയുടെ ഒരു ചെറിയൊരു ഭാഗത്തിലേക്ക് നമുക്ക് കിടക്കാം. ലേബർ ലോ, തൊഴിൽ നിയമം. ഈ തൊഴിൽ നിയമം എന്ന് പറയുമ്പോൾ പുതിയ ലേബർ കോഡ് വന്നിട്ടുണ്ട്. നമ്മൾ പത്രങ്ങളിലൊക്കെ വായിക്കാറുണ്ട് ലേബർ കോഡ്. അപ്പോൾ ഈ ലേബർ കോഡ് വന്നത് വിത്ത് എഫക്റ്റ് ഫ്രം 21 നവംബർ 2025. 21 നവംബർ 2025 തുടങ്ങിയാണ് വിത്ത് എഫക്റ്റ് ഫ്രം എന്നുള്ള രീതിയിൽ അന്ന് തുടങ്ങിയാണ് ഇതിന് പ്രാബല്യം. 21 നവംബർ 2025. അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യമുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ അത് സ്ഥാനം പിടിക്കും. അപ്പോൾ ഇതിനു മുമ്പ് നമുക്ക് 29 നിയമങ്ങൾ ഈ ലേബർ കോഡ് എന്ന് പറയുന്നതിൽ 29ഓളം തൊഴിൽ നിയമങ്ങൾ ഈ പറയുന്ന 4 തരത്തിലുള്ള കോഡുകളുടെ അണ്ടറിലായിട്ട് ക്രോഡീകരിച്ചിരിക്കുകയാണ്. എന്താണ് 29 നിയമങ്ങൾ? നമ്പർ ഓർത്തു വെക്കുക. ഞാൻ പറയുന്ന ഓരോ പോയിന്റുകളും ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾ ക്ലാസ്സിൽ കൂടുന്നവർ എന്തായാലും 4 പുസ്തകം വാങ്ങിക്കുക, നോട്ട് പുസ്തകം. വേറെ ഒന്നും ഞാൻ പറഞ്ഞു, നിങ്ങൾ വേറെ ടെക്സ്റ്റോ കാര്യങ്ങളോ ക്വസ്റ്റ്യൻ പേപ്പറോ ഇതൊന്നും ആശ്രയിക്കേണ്ട. എൻ്റെ ക്ലാസ് മാത്രം നിങ്ങൾ പഠിക്കുക, വേറെ ഒന്നിനും പഠിക്കാൻ സമയമില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ നിങ്ങൾ 4 നോട്ട് വാങ്ങിക്കുക, ക്ലാസ് എടുക്കുമ്പോൾ അത് കുറിച്ചെടുക്കുക. നിങ്ങൾ തന്നെ എൻ്റെ ക്ലാസ് കേട്ട് ക്ലാസ് കുറിച്ചെടുക്കുക. പിന്നെ റെക്കോർഡഡ് ക്ലാസ് വരുമ്പോൾ ഒന്നുകൂടി കേട്ടൊന്ന് ശരിയാക്കുക. പിന്നെ എൻ്റെ നോട്ട് വരും, അപ്പോൾ ഒന്നുകൂടി കറക്റ്റ് ചെയ്യുക. പിന്നെ ക്വസ്റ്റ്യൻ പേപ്പറും ചെയ്യുക. തറവായിട്ട് പഠിച്ചു. അങ്ങനെ ഓരോ ആഴ്ചയും കടന്നു പോകുന്നു. 4ാമത്തെ ആഴ്ച വരുമ്പോൾ ആദ്യത്തെ ആഴ്ച ഒരു മാസം പിന്നിടുമ്പോൾ ആദ്യത്തെ 4 ആഴ്ചകളിൽ എടുത്തത് വീണ്ടും നമ്മൾ പഠിക്കാൻ പറയുന്നു, ക്വസ്റ്റ്യൻ പേപ്പർ ഇടുന്നു, നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നു. ഇങ്ങനെയാണ് ആ രീതി പോകുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ലേബർ കോഡ്. അപ്പോൾ ഇതിനു മുമ്പ് ഈ 29 നിയമങ്ങളും തൊഴിൽ നിയമങ്ങളും വെവ്വേറെ ആയിരുന്നു. അതായത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, അതേപോലെ മിനിമം വേജസ് ആക്ട്, എംപ്ലോയീസ് ഇൻഷുറൻസ് ആക്ട്, ഇങ്ങനെയുള്ള ഓരോരോ നിയമങ്ങൾ ഓരോരോ ലേബർ ലോ ആയിരുന്നു. പക്ഷെ ഈ ലേബർ കോഡ് കൊണ്ടുവന്നപ്പോൾ ഈ 29ഓളം നിയമങ്ങൾ 4 കോഡുകളുടെ അണ്ടറിലാക്കി എന്നുള്ളതാണ്. അതെന്നാ നിലവിൽ വന്നത്? 2025 നവംബർ മാസം 21 മായാതെ മറയാതിരിക്കട്ടെ, 21 നവംബർ 2025 മുതൽ. അപ്പൊ അതിൽ ഈ 4 കോഡുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ, കോഡ് ഓൺ വേജസ് ഒന്നാമത്തെ കോഡാണ്. കോഡ് ഓൺ വേജസ്, വേജിന്റെ കോഡ്. അത് വരുന്നത് 2019ലാണ്. 2019 വേജ് ഓൺ കോഡ്സ്, കോഡ് ഓൺ വേജസ്. ദെൻ
ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ്. ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ്. ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് അത് വന്ന വർഷം 2020. 2020 ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് വരുന്നത്. മൂന്നാമത് കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി. കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി. കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്ന കോഡ് 2020 അതും വരുന്നു. ദെൻ ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ്. എന്താണ് നാലാമത്തെ കോഡ്? ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത്, വർക്കിംഗ് കണ്ടീഷൻ കോഡ് 2020. ഇങ്ങനെയുള്ള 4 കോഡുകളുടെ അണ്ടറിൽ 29ഓളം തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ചു എന്നുള്ളതാണ് ഈ ലേബർ കോഡിൽ പറയുന്നത്. അപ്പോൾ ആ 4 സംഭവങ്ങൾ നമ്മൾ കൃത്യമായിട്ടും അതിന്റെ വർഷങ്ങളും നമ്മൾ ഓർക്കണം. ഏതാണ്? കോഡ് ഓൺ വേജസ് അത് വന്ന വർഷം 2019 വേജിന്റെ കോഡ്. പിന്നെ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ് 2020 അത് വരുന്നത്. കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020 വരുന്നു. ഒക്യുപ്പേഷണൽ സേഫ്റ്റി, ഹെൽത്ത്, വർക്കിംഗ് കണ്ടീഷൻ കോഡ് 2020 വരുന്നു. അപ്പൊ ഈ 4 കോഡുകളുടെ അണ്ടറിൽ 29ഓളം നിയമങ്ങൾ. അതായത് ഈ കോഡ് ഓൺ വേജസിന്റെ അണ്ടറിൽ 4 ആക്ട് ആണ് വരുന്നത്. കോഡ് ഓൺ വേജസിന്റെ അണ്ടറിൽ എത്ര ആക്ടാ വരുന്നത്? നോട്ട് ചെയ്യുക. 4 ആക്ടുകളാണ് അതിന്റെ അണ്ടറിൽ വരുന്നത്. അതിൽ വരുന്ന പ്രധാനപ്പെട്ട ആക്ടുകളാണ് പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. വർഷം നോട്ട് ചെയ്യണം, 1936. പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്. വേജസ് ആക്ട് വന്ന വർഷം 1936. മാച്ച് ദ ഫോളോയിങ്ങിലൊക്കെ കണ്ടിട്ടുണ്ട്. അസിസ്റ്റന്റ് ലേബർ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ എടുത്ത് പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. അപ്പോൾ പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് 1936. മിനിമം വേജസ് ആക്ട് 1948. മിനിമം വേജസ് ആക്ട് 1948 1948. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്. പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965 1965. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976 1976. ഈ നിയമങ്ങൾ, ഈ ആക്ടുകളെല്ലാം എന്തിന്റെ അണ്ടറിൽ വന്നു? കോഡ് ഓൺ വേജസ് എന്ന് പറയുന്ന ആ കോഡിന്റെ അണ്ടറിൽ 4 ആക്ടുകൾ ഉൾപ്പെടുവിച്ചു. ഏതൊക്കെയാണ് ആക്ട്? പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട്, മിനിമം വേജസ് ആക്ട്, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട്, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട്. അതിലെ വർഷങ്ങളാണ് നമുക്ക് പഠിക്കേണ്ടത്. 1936 1948 മിനിമം വേജസ് ആക്ട്, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965, ഈക്വൽ റെമ്യൂണറേഷൻ ആക്ട് 1976. അപ്പൊ അങ്ങനെയുള്ള 4 ആക്ടുകൾ അതിന്റെ അണ്ടറിൽ വന്നു. അതേപോലെ ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡിന്റെ അണ്ടറിലാണ് 3 ആക്ട് വന്നു. ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡിന്റെ അണ്ടറിൽ എത്ര ആക്ട് വന്നു? 3 ആക്ട് ആണ് ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡിന്റെ അണ്ടറിൽ വന്നത്. 3 ആക്ടില് അത് ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്, ID ആക്ട്, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947 1947 ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട്. അതേപോലെ ട്രേഡ് യൂണിയൻ ആക്ട് 1926. ട്രേഡ് യൂണിയൻ ആക്ട് 1926 വർഷം നോട്ട് ചെയ്യണം, അത് ഇമ്പോർട്ടന്റ് ആണ്. അതേപോലെ ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട്. ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട്. സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട്. ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് വരുന്നു 1946. അപ്പൊ ഈ 3 ആക്ട് ആണ് എന്തിന്റെ അണ്ടറിൽ വരുന്നത്? ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡിന്റെ അണ്ടറിൽ വരുന്ന 3 ആക്ടുകൾ. ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് 1947, ട്രേഡ് യൂണിയൻ ആക്ട്, ഇൻഡസ്ട്രിയൽ എംപ്ലോയ്മെന്റ് സ്റ്റാൻഡിംഗ് ഓർഡേഴ്സ് ആക്ട് 1946. ഇങ്ങനെയുള്ള 4 ആക്ടുകളും 3 ആക്ടും അതിന്റെ അണ്ടറിൽ വന്നു. ഇനി കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറയുന്നതിൽ ഏകദേശം 9ഓളം ആക്ട്.
കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റിയുടെ അണ്ടറിൽ വരുന്നത് ഏകദേശം 9ഓളം ആക്ടുകളാണ് വരുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ളത് കുറേ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മാത്രം നോട്ട് ചെയ്യുക. പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972, പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി വർഷമാണ് നമുക്ക് പ്രാധാന്യം. 1972 പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് വരുന്നു. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് വരുന്നു. മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് 1946 വരുന്നു. അതേപോലെ ESI ആക്ട് 1948, ESI ആക്ട് 1948. അപ്പോൾ അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ആക്ടുകളാണ്. മൊത്തം 9 ഉണ്ട്. അത് വേറെ കുറേ സ്റ്റാൻഡിങ് ഓർഡേഴ്സ് ആക്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആക്ടുകളുണ്ട്. അപ്പോൾ അത് എല്ലാം നമ്മൾ നോക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതൊന്നും പൂർണ്ണമല്ല. നമ്മൾ ഇനി ഈ സംഭവങ്ങളിലേക്ക് കടക്കണം. മനസ്സിലായോ? എന്ന് വിചാരിച്ച് നിങ്ങളെ പേടിപ്പിക്കുമല്ല. നമുക്ക് വളരെ രസകരമായിട്ട് വളരെ സിമ്പിളായിട്ട് മനസ്സിലാക്കി അങ്ങ് പോകുമ്പോൾ അതിൽ പ്രയാസമൊന്നും ഉണ്ടാകത്തില്ല. ഇനി ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ ആക്ടിൽ 13ഓളം ആക്ടുകളുണ്ട് ഇതിൽ. അപ്പൊ ടോട്ടൽ ഓരോന്നിലും വരുന്ന ആക്ടുകൾ എത്ര എണ്ണമാണെന്നുള്ളത് നമ്മൾ പഠിക്കണം കേട്ടോ. അതായത് വേജസ് ആക്ടില് 4 എണ്ണമാണ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡില് 3 ആക്ട് ആണ്, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റിയില് 9 എണ്ണമാണ്, ഒക്യുപ്പേഷണൽ സേഫ്റ്റിയില് 13 എണ്ണമാണ്. അങ്ങനെയാണ് അതിന്റെ കണക്ക്. അപ്പൊ ഇതിൽ ഓരോന്നിലും വന്ന ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞ കാര്യങ്ങളുടെ വർഷങ്ങളും എന്ത് ചെയ്യണം, നമ്മൾ ഒന്ന് നോട്ട് ചെയ്ത് പോകണം എന്നുള്ളതാണ്. അപ്പോൾ ഈ 29 ലേബർ ലോകളും അത് ഒന്ന് ക്രമപ്പെടുത്തി കൊണ്ടുവരുവാണ് ഈ പറയുന്ന ഈ ലേബർ കോഡിലൂടെ സംഭവിച്ചത്. അതൊരു റാഷണലൈസേഷൻ ആണ് അവിടെ നടന്നത്. അപ്പോൾ ഇതിൻ്റെ മെറിറ്റ് എന്താണ് എന്ന് വെച്ചാൽ എംപ്ലോയ്മെന്റ് ഫോർമലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ്, അതാണ് ഒരു പോയിന്റ്. ഫോർമലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഫോർമലൈസേഷൻ സാധ്യമായി എന്നുള്ളതാണ്. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? മാൻഡേറ്ററി അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് ടു ഓൾ വർക്കേഴ്സ്, എല്ലാ വർക്കേഴ്സിനും നിർബന്ധമായിട്ടും അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് കൊടുക്കണം. റിട്ടൺ പ്രൂഫ് will ensure transparency, job security and fixed employment. അത്തരത്തിൽ നമുക്ക് ഒരു അപ്പോയിൻമെന്റ് ലെറ്റർ കൊടുക്കുമ്പോൾ അതിലൊരു സുതാര്യത കൈവരുകയാണ്. അതുപോലെ ഒരു ജോബ് സെക്യൂരിറ്റി നമുക്ക് കൈവരുകയാണ്. അതുപോലെ ഒരു ഫിക്സ്ഡ് എംപ്ലോയ്മെന്റ് എന്നുള്ളൊരു സ്റ്റേറ്റസ് അവിടെ ലഭ്യമാകുകയാണ്. അപ്പോൾ താഴെ കൊടുത്തിരിക്കുന്നവയിൽ പുതിയ കോഡിന്റെ പ്രത്യേകത ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ഒന്നാമത്തെ ഇതെന്താണ്? ഫോർമലൈസേഷൻ ഓഫ് എംപ്ലോയ്മെന്റ് ഫോർമലൈസേഷൻ. എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് മാൻഡേറ്ററി ആക്കുന്നു എല്ലാ വർക്കേഴ്സിനും. നോട്ട് ചെയ്യുക, മാൻഡേറ്ററി അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് മാൻഡേറ്ററി ആക്കി, നിർബന്ധമാക്കി. എംപ്ലോയ്മെന്റ് അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് എംപ്ലോയീസിന് അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് എന്ത് ചെയ്തു? മാൻഡേറ്ററി ആക്കി. പക്ഷെ മുമ്പുള്ള ഇതിൽ അങ്ങനെ ഒരു മാൻഡേറ്ററി ഇതുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അതേപോലെ സോഷ്യൽ സെക്യൂരിറ്റി കവറേജ് ഉൾപ്പെടുത്തി. രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചർ, നമ്മളോട് ചോദിക്കാൻ പറ്റുന്ന ഒരു കാര്യം, സോഷ്യൽ സെക്യൂരിറ്റി കവറേജ് വന്നു എന്ന് പറഞ്ഞാൽ ഈ സെക്യൂരിറ്റി കോഡ് 2020 പ്രകാരം നമ്മൾ പറഞ്ഞു, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി 2020 പ്രകാരം ഓൾ വർക്കേഴ്സ് ഇൻക്ലൂഡിംഗ് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് ടു ഗെറ്റ് സോഷ്യൽ സെക്യൂരിറ്റി കവറേജ്. ഏത് വർക്കേഴ്സ് ആണ്? ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ്. ഗിഗ് GIG പ്ലാറ്റ്ഫോം വർക്കേഴ്സ്. എന്താ ഈ ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ? പേടിക്കണ്ട, പിഗ് അല്ല കേട്ടോ, ഗിഗ് വർക്കേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊക്കെ എപ്പോഴും ഓർഡർ ചെയ്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ലേ ഈ പറയുന്ന രീതിയിൽ, സ്വിഗ്ഗി, സൊമാറ്റോ അങ്ങനെയൊക്കെ ആയിട്ട് വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഈ ഗിഗ് വർക്കേഴ്സ് എന്ന് പറയുന്നത്. അവർക്കും സോഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തി എന്നുള്ളതാണ് ഈ കോഡിന്റെ പ്രത്യേകത. അപ്പോൾ അണ്ടർ ദ കോഡ് ഓഫ് സോഷ്യൽ എന്തെങ്കിലും ചോദിച്ചോ കുട്ടി?
എന്തായാലും കുട്ടി പറയുന്നതൊന്നും ക്ലിയർ ആവുന്നില്ല കുട്ടി. ഇങ്ങനെ ഇത് ചെയ്ത് പറയുന്നു. ആരെങ്കിലും കേട്ടവരുണ്ടെങ്കിൽ ഒന്ന് പറയാവോ എന്താ കുട്ടി ചോദിച്ചതെന്ന്? ഏതാ മനസ്സിലാവുന്നില്ലല്ലോ. എന്താ പ്ലാറ്റ്ഫോം എന്ന് ഞാൻ കേട്ടു. വേറെ ആരെങ്കിലും കേട്ടോ അത് ക്ലിയർ ആയിട്ട്? കേൾക്കുന്നില്ലല്ലോ. പറയുന്നുണ്ട് കുട്ടി, പക്ഷെ അതിങ്ങനെ സൗണ്ട് ഭയങ്കര ഇതായിട്ടാണ് വരുന്നേ. വേറെ ആരെങ്കിലും കേൾക്കുന്നുണ്ടോ കുട്ടി പറഞ്ഞത്? ഈ ഗിഗ് വർക്കേഴ്സ് ആരാണ് അല്ലെങ്കിൽ പ്ലാറ്റ്ഫോം വർക്കേഴ്സ് ആരാണ് എന്നുള്ളതാണോ ചോദിച്ചത്? അതാ ഞാൻ പറഞ്ഞത്. ഈ സ്വിഗ്ഗി എല്ലാവർക്കും അതെ. തന്റെ സൗണ്ട് ആരും വ്യക്തമായിട്ട് കേൾക്കുന്നില്ല കുട്ടി. ഈ പ്ലാറ്റ്ഫോം ഇക്കോണമിയുടെ ഭാഗമായിട്ടാണോ ഈ സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെ വരുന്നത്? അതെ അതെ അതെ. ഗിഗ് എന്ന് പറഞ്ഞാൽ ടെമ്പററി ആയിട്ട് വർക്ക് ചെയ്യുന്നതല്ലേ? അതെ അതെ. ഓൺലൈൻ ഇതെല്ലാം മൊത്തത്തിൽ പറയുന്നതാണ്. മനസ്സിലായോ? ഓക്കെ. ഇത് മൊത്തത്തിലായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഗിഗ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് എന്ന് പറയുമ്പോൾ ഇത് ഓൺലൈൻ പർച്ചേസുകളിൽ ഉൾപ്പെട്ട ആളുകൾ. മനസ്സിലായോ? അപ്പം അങ്ങനെയുള്ള എല്ലാം അതിൽ കടന്നു വരും. ഗിഗ് വർക്കേഴ്സ് ടെമ്പററി ആയിട്ടുള്ള. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം എന്താണ് പറഞ്ഞത്? അവർക്കൊരു സോഷ്യൽ സെക്യൂരിറ്റി മുമ്പുള്ള കോഡിൽ ഇല്ലാതെ ആ സോഷ്യൽ സെക്യൂരിറ്റി കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. മനസ്സിലായോ? ഓൾ വർക്കേഴ്സ് വിൽ ഗെറ്റ് PF, ESI, ഇൻഷുറൻസ് ആൻഡ് അതർ സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റ്. അപ്പോൾ എല്ലാ വർക്കേഴ്സിനും പ്രൊവിഡൻറ്റ് ഫണ്ട്, അതേപോലെ ESI, ഇൻഷുറൻസ്, മറ്റുള്ള സോഷ്യൽ സെക്യൂരിറ്റി ബെനിഫിറ്റുകൾ കിട്ടി. അതേസമയം നമ്മുടെ പഴയ ഇതിൽ ലിമിറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി കവറേജ് ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് നമ്മുടെ പഴയ ഓരോ തരത്തിൽ 29 ലോസ് ഉണ്ടായപ്പോൾ അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റി, പക്ഷെ അവിടെ ലിമിറ്റഡ് ആയിട്ടുള്ള സോഷ്യൽ സെക്യൂരിറ്റി ആയിരുന്നു. പക്ഷെ ഇവിടെ കുറച്ചുകൂടി വൈഡ് ആയിട്ടുള്ള രീതിയിൽ ഈ ലേബർ കോഡിൽ ഇങ്ങനെയുള്ളവരെ കൂടി, അത് പ്രത്യേകിച്ച് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിനെ കൂടി ഉൾപ്പെടുത്തി കൊണ്ടുവന്നു എന്നുള്ളതാണ്. അപ്പം നോട്ട് ചെയ്യുക, സോഷ്യൽ സെക്യൂരിറ്റി വന്നു എന്നുള്ളത് ഒരു പ്രത്യേകതയാണ്. നമ്മളോട് ചോദിക്കുന്ന ചോദ്യത്തിന്റെ പാറ്റേൺ ഞാൻ പറഞ്ഞില്ലേ. ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ട് അത് ശരിയായ പ്രസ്താവന ഏത് എന്ന് ചോദിക്കാം. അതല്ലെങ്കിൽ പുതിയ ലേബർ കോഡിൽ ഉള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ് താഴെ കൊടുത്തിരിക്കുന്നവയിൽ 1 only 2 only അങ്ങനെയുള്ള രീതിയിൽ ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇത് നോട്ട് ചെയ്ത് പോകണം. ഒന്നാമത് പറഞ്ഞു എംപ്ലോയ്മെന്റ് ഫോർമലൈസേഷൻ സംഭവിച്ചു. എന്താണത്? മാൻഡേറ്ററി ആയിട്ട് അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഇഷ്യൂ ചെയ്യണമെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ രണ്ടാമത് സോഷ്യൽ സെക്യൂരിറ്റി മെഷർ കൊണ്ടുവന്നു, കവറേജ് എല്ലാ വർക്കേഴ്സിനും. അതായത് ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സ് ഉൾപ്പെടെ ഉള്ളവർക്ക് PF, ESI, ഇൻഷുറൻസ് അങ്ങനെയുള്ളത്. മറ്റേ പഴയതിൽ അതില്ല. ഇനി മിനിമം വേജസ്, അടുത്ത ഒരു പ്രൊവിഷനാണ് മിനിമം വേജസ്. മിനിമം വേജസ്. മിനിമം വേജസ്. അപ്പൊ നമ്മുടെ ഈ കോഡ് ഏതാ? സാർ നമ്മളിപ്പോ പറഞ്ഞല്ലേ EPF ആ സംഭവം ഏർപ്പെടുന്നത് പഴയത് ഇല്ല, പുതിയതെന്ന് പറഞ്ഞ സാർ പറഞ്ഞത് ഈ 2025 ഇംപ്ലിമെന്റ് ചെയ്തതിനകത്താണോ? അതെ. ഇപ്പൊ നമ്മളിപ്പോ പഠിക്കുന്നത് ടോമെ 2025 ലേബർ കോഡാണ്. അപ്പോൾ അതിൽ ഉള്ള പ്രൊവിഷൻസ് ആണ് പറയുന്നത്. പഴയതിൽ ഇല്ല എന്ന് പറഞ്ഞത് ഓരോ ലേബർ ലോ ഉണ്ടായിരുന്നല്ലോ, ഇൻഡസ്ട്രിയൽ ഡിസ്പ്യൂട്ട് ആക്ട് അങ്ങനെ. അപ്പൊ അതിൽ ഇതൊന്നും പരാമർശിക്കുന്നില്ല. ഈ ഗിഗ് ആൻഡ് പ്ലാറ്റ്ഫോം വർക്കേഴ്സിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. മനസ്സിലായോ? ലോ കേന്ദ്ര ഗവൺമെന്റ് പാസ്സാക്കി, പക്ഷെ നമ്മളിവിടെ അത് വിത്ത്ഹെൽഡ് ചെയ്ത് വെച്ചിരിക്കുവാണ്. മനസ്സിലായോ? പക്ഷെ എങ്കിൽ പോലും അത് സെൻട്രൽ ലോ ആയ സ്ഥിതിക്ക് നമ്മളത് പഠിക്കണം. നമ്മളുടെ എക്സാം ഒക്കെ ആകുമ്പോഴത്തേക്കും ഏകദേശം ഇതാകും. മനസ്സിലായോ? അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കരട് ചട്ടങ്ങൾ നമ്മുടെ സംസ്ഥാന സർക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവാണ്. മനസ്സിലായോ? ഓക്കെ. അപ്പൊ മിനിമം വേജസ് മൂന്നാമത്തെ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ മിനിമം വേജസ് അണ്ടർ ദിസ് കോഡ് ഓൺ വേജസ് 2019. അപ്പൊ 2019 ഒരു കോഡ് നമ്മൾ പറഞ്ഞു, കോഡ് ഓൺ വേജസ്. അതുപ്രകാരം എന്താ പറയുന്നത്? ഓൾ വർക്കേഴ്സ് ടു റിസീവ് എ സാറ്റിസ്ഫാക്ടറി
write minimum wage payment. The minimum wage and timely payment will ensure financial security. അതായത് എല്ലാ വർക്കേഴ്സിനും അവർക്കൊരു സ്റ്റാറ്റ്യൂട്ടറി റൈറ്റ് ഉണ്ടാവും. എന്താ, ഒരു മിനിമം വേജ് പേയ്മെന്റ് കിട്ടണം എന്നുള്ളത് ഇൻക്ലൂഡ് ചെയ്തു, മിനിമം വേജ്. ആൻഡ് അങ്ങനെ മിനിമം വേജ് ആൻഡ് ടൈംലി പേയ്മെന്റ് കൊടുക്കുക എന്നുള്ളത് ഫിനാൻഷ്യൽ സെക്യൂരിറ്റി ഉറപ്പുവരുത്തി. അത് മുമ്പത്തേൽ ഇല്ല എന്നുള്ളതല്ല, അതിലുണ്ടായത് കുറച്ചുകൂടി വൈഡാക്കി എന്നുള്ളതാണ്. അതായത് ചില ലിമിറ്റഡ് ആയിട്ടുള്ളതിൽ മാത്രം എടുത്തു പറയുന്ന രീതിയിലായിരുന്നു മുമ്പുണ്ടായിരുന്നത്. ഇപ്പൊ അങ്ങനെയല്ല, എല്ലാത്തിലും അത് ബാധകമാക്കിക്കൊണ്ടാണ് ഈ മിനിമം വേജസ് അതിൽ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് വന്നത് ഈ കോഡിന്റെ അണ്ടറിൽ, കോഡ് ഓൺ വേജസ്. അപ്പൊ അതൊരു പ്രകടമായ വ്യത്യാസമാണ്. ഇനി അടുത്ത ഒരെണ്ണം പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. അടുത്ത ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ. പ്രിവെന്റീവ് ഹെൽത്ത് കെയർ എന്താ അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? എംപ്ലോയേഴ്സ് മസ്റ്റ് പ്രൊവൈഡ് ഓൾ വർക്കേഴ്സ് above the age of 40 years with a free annual health checkup, promote timely preventive health care culture. അതായത് എല്ലാ എംപ്ലോയേഴ്സും എല്ലാ തൊഴിലുടമകളും എന്ത് ചെയ്യണം? പ്രൊവൈഡ് ഓൾ വർക്കേഴ്സ് above the age of 40 years. അത് നോട്ട് ചെയ്യുക, 40 വയസ്സിന് മുകളിലുള്ളവർക്ക് above 40 years. അപ്പൊ എംപ്ലോയേഴ്സ് എല്ലാ തൊഴിലുടമകളും 40 വയസ്സിന് മുകളിലുള്ള എല്ലാ വർക്കേഴ്സിനും എന്ത് കൊടുക്കണം? ഫ്രീ ആനുവൽ ഹെൽത്ത് ചെക്കപ്പ്. വളരെ പ്രകടമായിട്ടുള്ള ഒരു മാറ്റമാണ് സൂചിപ്പിക്കുന്നത്, മുമ്പില്ലാത്തത്. മനസ്സിലായി? ആനുവൽ ഫ്രീ ഹെൽത്ത് ചെക്കപ്പ്, ഫ്രീ ആയിട്ട് ആനുവൽ ഹെൽത്ത് ചെക്കപ്പ് കൊടുക്കണം എന്നുള്ളത് അതിൽ എഴുതി ചേർത്തു. പുതിയ കോഡ് പ്രകാരം പ്രിവെന്റീവ് ഹെൽത്ത് കെയർ എല്ലാ എംപ്ലോയീസും എബവ് 40 ഇയേഴ്സിന് മുകളിലുള്ള വർക്കേഴ്സിന് എന്ത് കൊടുക്കണം? ടൈംലി ആനുവൽ ഫ്രീ ചെക്കപ്പ്, ഹെൽത്ത് ചെക്കപ്പ്. അപ്പൊ അത് മുഖാന്തരം എന്താണ്? ഹെൽത്ത് കെയർ കൾച്ചർ ഉണ്ടാക്കാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ലീഗൽ റിക്വയർമെന്റ് ഒന്നും പഴയ ആക്ടിലില്ല, നമ്മളുടെ മുമ്പുള്ള ലേബർ ലോകളിലൊന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഇനി അടുത്ത ഒരു പ്രകടമായത് വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു വസ്തുതയാണ് വുമൺ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. ചോദിക്കാവുന്ന ചോദ്യം, വുമൺ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ, സ്ത്രീ പങ്കാളിത്തം കുറെ കൂടി ഉറപ്പിക്കപ്പെട്ടു എന്നുള്ളതാണ്. അതായത് വുമൺ ആർ പെർമിറ്റഡ് ടു വർക്ക് അറ്റ് നൈറ്റ് and in all type of work across all establishments subject to their consent and required safety measures. സ്ത്രീകൾക്ക് രാത്രിയും ജോലി ചെയ്യാം, അതേപോലെ എല്ലാ തരത്തിലുള്ള വർക്കുകളും ചെയ്യാം. ഇൻ ഓൾ എസ്റ്റാബ്ലിഷ്മെന്റ്, എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകളിലും. പക്ഷേ സബ്ജക്ട് ടു ദെയർ കൺസെന്റ്, അവരുടെ കൺസെന്റ് വേണം എന്ന് മാത്രം. ആൻഡ് റിക്വയർഡ് സേഫ്റ്റി മെഷർ, റിക്വയർഡ് ആയിട്ടുള്ള സുരക്ഷിതത്വ മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സ്ത്രീകളുടെ അനുമതിയോടുകൂടി എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകളിലും എല്ലാത്തരം വർക്കുകളും ചെയ്യാനും അതേപോലെ രാത്രിയും തൊഴിൽ ചെയ്യാനും പര്യാപ്തമാക്കിക്കൊണ്ടാണ് ഈ ലേബർ കോഡ് വന്നത്. അപ്പോൾ ഒരു ഈക്വാലിറ്റി വന്നു അവിടെ, സ്ത്രീ പുരുഷ സമത്വം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടു. അതുകൊണ്ട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ എന്താണ് വുമൺ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ഉറപ്പുവരുത്തി? എന്താ അതിൽ പറഞ്ഞത്? നൈറ്റില് സ്ത്രീകൾക്ക് ജോലി ചെയ്യാം, അതുപോലെ എല്ലാ തരത്തിലുള്ള ജോലികളും ചെയ്യാം, എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകളിലും ജോലി ചെയ്യാം, സബ്ജക്ട് ടു, നോട്ട് ചെയ്യുക, ദെയർ കൺസെന്റ് ആൻഡ് റിക്വയർഡ് സേഫ്റ്റി മെഷേഴ്സ്. നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിൽ ക്വസ്റ്റ്യൻ പേപ്പർ കയ്യിലോട്ട് കിട്ടിക്കഴിയുമ്പോഴത്തേക്കും മനസ്സിലായോ, മറ്റേ ഈ ചക്ക വെട്ടിക്കഴിയുമ്പോൾ ഈച്ച വീഴുന്ന പോലെ അങ്ങനെയല്ല. നമ്മൾ കൃത്യമായിട്ട് വളരെ ക്ഷമയോടുകൂടി അതിലെന്താണ് പറഞ്ഞിരിക്കുന്നതെന്ന് കൃത്യമായിട്ട് നമ്മൾ വായിക്കണം. എങ്കിൽ മാത്രമാണ് നമുക്കതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാതെ നമ്മൾ അതിലേക്ക് ഇങ്ങനെ ഗ്രഹണി പിടിച്ച കുട്ടികൾ, അങ്ങനെ ആ ശ്ലോകമാണ് നല്ലത്, ഗ്രഹണി പിടിച്ച കുട്ടികൾ ചക്കക്കൂട്ടാൻ കണ്ട പോലെ വന്നു പായുന്നു എന്നുള്ള രീതിയിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കമിഴ്ന്ന് വീഴരുത്. അപ്പോൾ അവിടെ നോക്കണം ഇങ്ങനെയുള്ളൊരു ക്ലോസ് പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഈ ലേബർ കോഡിനെ പറ്റി ശരിയായ പ്രസ്താവന ഏത് എന്നിട്ട് അതിൽ പറഞ്ഞിരിക്കുവാണ് സ്ത്രീകൾക്ക് നൈറ്റിലും അതേപോലെ എല്ലാ തരത്തിലുള്ള എസ്റ്റാബ്ലിഷ്മെന്റുകളിലും ജോലി ചെയ്യാം. അപ്പൊ തന്നെ വേഗം തന്നെ അത് കറക്റ്റ് ആണെന്ന് പറഞ്ഞ് എഴുതാൻ നിൽക്കരുത്. താഴെ അടുത്ത ക്ലോസ് ഉണ്ടാവും.
സ്ത്രീകൾക്ക് എല്ലാ നൈറ്റിലും ചെയ്യാം, എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റിലും എല്ലാ ജോലികളിലും ചെയ്യാം, സബ്ജക്ട് ടു ദെയർ കൺസെന്റ് ആൻഡ് ദ റിക്വയർഡ് സേഫ്റ്റി മെഷേഴ്സ്. ആ പോയിന്റ് ഉള്ളതാണ് കറക്റ്റ് ആൻസർ. അപ്പൊ എന്താണ്, സ്ത്രീകളുടെ കൺസെന്റോടുകൂടി അവരുടെ സുരക്ഷിതത്വങ്ങൾ ഉറപ്പുവരുത്തിക്കൊണ്ട് സ്ത്രീകൾക്ക് എന്ത് ചെയ്യാം എന്നാ പറയുന്നത്, വുമൺ വർക്ക് ഫോഴ്സ് എല്ലാ തരത്തിലുള്ള ജോലികളിലും, എല്ലാ ടൈപ്പ് ജോലികളിലും, എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റിലും അവർക്ക് ജോലി ചെയ്യാം, നൈറ്റിലും ചെയ്യാം. അത് വളരെ പ്രകടമായിട്ടുള്ളൊരു മാറ്റമാണ്. അവിടെ നടക്കുന്നത് എന്താണ്, അപ്പോൾ വുമൺസ് എംപ്ലോയ്മെന്റ് ഈ പറയുന്ന രീതിയിൽ അവരെ ഒരു വുമൻ സ്റ്റേറ്റസ് അവിടെ ഇൻക്രീസ് ചെയ്യുന്ന ഒരു ലെവലിലേക്കാണ് കാര്യങ്ങൾ വന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി, വുമൺ വിൽ ഗെറ്റ് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ടു ഏൺ ഹയർ ഇൻകംസ് എന്നുള്ള ഒരു സ്റ്റാൻഡേർഡ് അവിടെ കിട്ടി. മനസ്സിലായോ? മറ്റേത് പഴയതിലെങ്ങനെയായിരുന്നു, അങ്ങനെ ചില നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നിരുന്നു, വുമൺ എംപ്ലോയ്മെന്റ് ഇൻ നൈറ്റ് ഷിഫ്റ്റ് ആൻഡ് സർട്ടൻ ഓക്യുപ്പേഷൻസ് വാസ് റെസ്ട്രിക്റ്റഡ്. ചില എസ്റ്റാബ്ലിഷ്മെന്റിലുള്ള സ്ത്രീകൾക്ക് പണി ചെയ്യാൻ പറ്റത്തില്ല, നൈറ്റ് ഷിഫ്റ്റ് അത് പറ്റത്തില്ല, അങ്ങനെയൊക്കെ ആയിരുന്നു പഴയത്. അപ്പൊ പ്രകടമായിട്ടുള്ളൊരു മാറ്റമാണ് വുമൺ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അടുത്തത് ESI കവറേജ്, അതിലും പ്രകടമായ മാറ്റം വന്നു. ESI കോർപ്പറേഷൻ കവറേജ്, ESI കവറേജ് എന്താണ് ആ മാറ്റം? ESI കവറേജ് ആൻഡ് ബെനിഫിറ്റ്സ് ആർ എക്സ്റ്റെൻഡഡ് ടു പാൻ ഇന്ത്യ. ഇന്ത്യയിലുടനീളം ഈ പറയുന്ന രീതിയിൽ ആ കവറേജ് ഏർപ്പെടുത്തിയ ആ ബെനിഫിറ്റ്. മുമ്പെന്ന് വെച്ചാൽ ESI കവറേജ് വാസ് ലിമിറ്റഡ് ടു നോട്ടിഫൈഡ് ഏരിയാസ് and specific industries. Establishment with fewer than 10 employees were generally excluded, and hazardous process units did not have uniform mandatory ESI coverage across India. എന്താ ഒന്നും മനസ്സിലായില്ല, പറയാം. പണ്ടത്തെ ലോ പ്രകാരം ESI കവറേജ് ലിമിറ്റ് ചെയ്തിരുന്നു. എങ്ങനെ? ചില നോട്ടിഫൈഡ് ഏരിയകളിലും അതേപോലെ സ്പെസിഫിക് ഇൻഡസ്ട്രികളിലും എസ്റ്റാബ്ലിഷ്മെന്റുകളിലും മാത്രമാക്കി ഒതുക്കിയിരുന്നു. വിത്ത് ഫ്യൂവർ ദാൻ 10 എംപ്ലോയീസ് ആർ ജനറലി എക്സ്ക്ലൂഡഡ്. 10ൽ താഴെയുള്ള തൊഴിലാളികൾ ഉള്ളതിൽ ജനറലി എക്സ്ക്ലൂഡഡ് എന്താ, ESI കവറേജ് എക്സ്ക്ലൂഡ് ചെയ്തിരുന്നു. 10ൽ താഴെ 10 എംപ്ലോയീസ് അല്ലെങ്കിൽ 10 വർക്കേഴ്സ്, അതിൽ താഴെയുള്ള ബിലോ 10 വർക്കേഴ്സ്, അതിൽ ESI എന്ത് ചെയ്തിരുന്നു, അത് ഒഴിവാക്കിയിരുന്നു, എക്സ്ക്ലൂഡ് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ പണ്ട് അതേപോലെ തന്നെ ഹസാർഡസ് പ്രോസസ് യൂണിറ്റ്സ് വിൽ നോട്ട് ഹാവ് യൂണിഫോം മാൻഡേറ്ററി ESI കവറേജ് അക്രോസ് ഇന്ത്യ. അതേപോലെ ഇന്ത്യയിൽ ഏതെങ്കിലും തരത്തിലുള്ള അപകടകരമായിട്ടുള്ള പ്രോസസ് യൂണിറ്റുകളിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഒരു മാൻഡേറ്ററി ആയിട്ടുള്ള ESI കവറേജ് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് പഴയ നിയമം. പക്ഷേ ഈ പുതിയ ലേബർ കോഡ് പ്രകാരം വോളണ്ടറി ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് വിത്ത് ഫ്യൂവർ ദാൻ 10 എംപ്ലോയീസ്, 10 എംപ്ലോയീസിൽ താഴെയുള്ള സ്ഥാപനങ്ങൾക്ക് സ്വതന്ത്രമായിട്ട് ESI ഈ പറയുന്ന ഈ കവറേജ് കൊടുക്കാം എന്നുള്ളതാക്കി. മുമ്പ് അത് എക്സ്ക്ലൂഡ് ചെയ്തിരുന്നു, ഇപ്പോൾ സ്വതന്ത്രമായിട്ട് അവർക്ക് ചെയ്യാം. ആൻഡ് മാൻഡേറ്ററി അല്ല, അത് ആ ഓരോ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്ക് സ്വതന്ത്രമായിട്ട് എടുക്കാവുന്ന തീരുമാനമാണ്. ആൻഡ് മാൻഡേറ്ററി നിർബന്ധമായിട്ടും ചെയ്യണം ഫോർ എസ്റ്റാബ്ലിഷ്മെന്റ് വിത്ത് even one employee engaged in the hazardous process. hazardous processൽ എംപ്ലോയ് ചെയ്യുന്ന ഒരാളെ ഉള്ളൂ എങ്കിൽ പോലും നിർബന്ധമായിട്ടും ESI കൊടുക്കണം എന്നുള്ളതാക്കി. മുമ്പ് അതല്ല, മാൻഡേറ്ററി ആയിരുന്നില്ല. ഏത് hazardous പ്രോസസ് യൂണിറ്റിൽ വർക്ക് ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം ESI മാൻഡേറ്ററി ആയിരുന്നില്ല. പക്ഷെ പുതിയ ലേബർ കോഡ് പ്രകാരം അത് മാൻഡേറ്ററി, ഒരു തൊഴിലാളി ഉള്ളൂ. ഹസാർഡസ് ആയിട്ടുള്ള പ്രോസസ്സിൽ എൻഗേജ് ചെയ്യുന്നത് ഒരു തൊഴിലാളിയാണെങ്കിൽ പോലും എന്ത് ചെയ്യണം, അത് മാൻഡേറ്ററി ആക്കി, ESI മാൻഡേറ്ററി ആക്കി എസ്റ്റാബ്ലിഷ്മെന്റിൽ. അപ്പോൾ സോഷ്യൽ പ്രൊട്ടക്ഷൻ കവറേജ് വിൽ ബി എക്സ്പാൻഡഡ് ടു ഓൾ വർക്കേഴ്സ്. കണ്ടോ, എല്ലാ വർക്കേഴ്സിനും സോഷ്യൽ പ്രൊട്ടക്ഷൻ കവറേജ് വന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ അത് വളരെ പ്രകടമായ ഒരു മാറ്റമാണ്. ഒന്നുകൂടി പറയാം, ESI കവറേജ് കൊണ്ടുവന്നു. അതായത് മുമ്പ് ഇവിടെ നിലനിന്ന നിയമപ്രകാരം 10ൽ താഴെ തൊഴിലാളികൾ ഉള്ളവരിൽ അത് മാൻഡേറ്ററി ഒന്നും ആയിരുന്നില്ല, അത് എക്സ്ക്ലൂഡ് ചെയ്തിരുന്നു ESI. പക്ഷേ പുതിയ നിയമപ്രകാരം എന്ത് ചെയ്തു, അത് നിർബന്ധമായിട്ടും ഈ പറയുന്ന ഹസാർഡസ് ഒക്യുപ്പേഷനുകളിലാണെങ്കിൽ അവർ ഒരു തൊഴിലാളി ഉള്ളെങ്കിൽ പോലും മാൻഡേറ്ററി ആണ് ESI. അതേപോലെ മറ്റുള്ള കേസുകളിൽ വോളണ്ടറി ആയിട്ട്
ഇതുപോലെ 10 തൊഴിലാളികൾ താഴെ ഉള്ളവർക്ക് അതിൽ തീരുമാനങ്ങൾ എടുക്കാം എന്നുള്ളതും വന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ കിട്ടിയത് എന്താണ്? സോഷ്യൽ പ്രൊട്ടക്ഷൻ കവറേജ് വരികയാണ് അതിൽ ചെയ്തത്. സോഷ്യൽ പ്രൊട്ടക്ഷൻ കവറേജ് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു കുട്ടി ചോദിച്ചു വേജ് ലിമിറ്റ് ഉണ്ടോ എന്നുള്ളത് ഞാൻ കണ്ടു. കുട്ടി അത് നമ്മൾ ഇപ്പോൾ അതിലേക്ക് ESA ആക്ടിൽ ഈ പറയുന്ന ഈ കോഡിൻ്റെ അണ്ടറിലുള്ള ആക്ടിലേക്ക് നമുക്ക് പോകേണ്ടി വരും. അപ്പോൾ ആ കാര്യങ്ങളിലേക്ക് നമ്മൾ വിശദമായിട്ട് കിടക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ അതിൻ്റെ ഫീച്ചേഴ്സ് ജസ്റ്റ് ഒന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് എങ്ങനെയാണ് എന്നൊന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ജസ്റ്റ് അതിലേക്ക് പോകുന്നേ ഉള്ളൂ. നമ്മൾ ഈ പറയുന്ന ഈ ആക്ടുകളിലേക്കൊക്കെ നമ്മൾ കടക്കണം. അതിൻ്റെ സെക്ഷനുകളിലേക്ക് നമുക്ക് പോകണം. പലപ്പോഴും സെക്ഷനുകളുടെയൊക്കെ അതിപ്രസരം ഇപ്പോഴുള്ള ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണുന്നുണ്ട്. ഇപ്പോൾ വെൽഫെയർ ഓഫീസറുടെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പോക്സോ ആക്ടിൻ്റെയൊക്കെ സെക്ഷനുകൾ കൃത്യമായിട്ട് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു, ഞാൻ പഠിപ്പിച്ചത് അതേപോലെ പഠിച്ച കുട്ടികൾക്ക് ആ സെക്ഷനുകൾ വരെ കൃത്യമായിട്ട് എഴുതാനായിട്ട് കഴിയുമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് പേടിക്കേണ്ട. ഈ പറയുന്ന ആ വേജ് ലിമിറ്റും കാര്യങ്ങൾ എത്ര വേജ് ലിമിറ്റാണ് വരുന്നത് എങ്ങനെയൊക്കെ എന്നുള്ളത് എന്തായാലും വേജ് ലിമിറ്റ് ഉണ്ടാകും, മനസ്സിലായി. അപ്പോൾ അത് ഓരോ ഒക്യുപ്പേഷനുകൾ അനുസരിച്ചിട്ടായിരിക്കും അത് എത്രയൊക്കെയാണ് എന്നുള്ളതിലേക്കൊക്കെ നമ്മൾ ആ ആക്ടിലേക്ക് ESA ആക്ട് ഏതിലാണ് വരുന്നത് ആ കോഡിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ ഈ സെക്യൂരിറ്റി കോഡിലാണ് ആ കോഡിലേക്ക് കിടക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് എടുക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ESA കവറേജിന്റെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ESA കവറേജ് എല്ലാവർക്കും ഉണ്ട്. അതേപോലെ 10ൽ താഴെയുള്ളവർക്ക് സ്വതന്ത്രമായിട്ട് എടുക്കാം. പക്ഷേ ഹെസഡസ് ആയിട്ടുള്ള പ്രോസസ്സിൽ ഏർപ്പെടുന്നവർക്ക് അതെന്ത് ചെയ്യുവാണ്, അത് നിർബന്ധമായിട്ടും ഒരാളാണുള്ളതെങ്കിൽ പോലും അത് നിർബന്ധമാണ്, മാൻഡേറ്ററി ആക്കി. പിന്നെ അടുത്തതാണ് കംപ്ലൈൻസ് ബർഡൻ. അതെന്താ സംഭവം? അതായത് രജിസ്ട്രേഷൻ ഒക്കെ വളരെ സുഗമമാക്കി എന്നുള്ളതാണ്. സിംഗിൾ രജിസ്ട്രേഷൻ പ്രോസസ്സ്, സിംഗിൾ ലൈസൻസ് പ്രോസസ്സ്, അതേപോലെ സിംഗിൾ റിട്ടേൺ പ്രോസസ്സ്. അപ്പോൾ എല്ലാം സിംഗിൾ ഇതാക്കി. അതല്ലാതെ പണ്ടെന്ന് വെച്ചാൽ പല സ്ഥാപനങ്ങളിലും മൾട്ടിപ്പിൾ രജിസ്ട്രേഷൻസ് വേണമായിരുന്നു. ഓരോന്നിനും ലൈസൻസ് നമ്മൾ എടുക്കണമായിരുന്നു. അതേപോലെ ഓരോന്നിനും റിട്ടേൺ ഫയൽ ചെയ്യണമായിരുന്നു. അപ്പോൾ അതെല്ലാം ഒരു സിംഗിൾ എല്ലാം കൂടി ഒറ്റ ഇതിൻ്റെ അണ്ടറിലാക്കി. അപ്പോൾ ആ ഒരു ബേർഡൻ കുറഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ അതും വളരെ പ്രകടമായ മാറ്റമാണ്. സിംഗിൾ രജിസ്ട്രേഷൻ, സിംഗിൾ ലൈസൻസ്, അതുപോലെ സിംഗിൾ റിട്ടേൺ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കടന്നു വന്നു എന്നുള്ളതാണ്. അതേപോലെ വേറൊരെണ്ണമാണ് ടൈംലി വേജസ്. സമയത്ത് കൃത്യമായിട്ട് വേതനം നൽകുക എന്നുള്ളത്. ടൈംലി വേജസ്, മാൻഡേറ്ററി ഫോർ എംപ്ലോയർ ടു പ്രൊവൈഡ് ടൈംലി വേജസ്, ensuring financial stability, reducing work stress and boosting overall morale of the workers. അപ്പോൾ ഇതിൽ മാൻഡേറ്ററി ആക്കി. മുമ്പ് അങ്ങനെ ഒരു മാൻഡേറ്ററി ആയിരുന്നില്ല മുമ്പുണ്ടായിരുന്ന ലേബർ ലോസ്. പക്ഷെ ഈ കോഡ് വന്നതോടുകൂടി ടൈംലി വേജസ്, ദാറ്റ് ഈസ് മാൻഡേറ്ററി ഫോർ എംപ്ലോയേഴ്സ്, മാൻഡേറ്ററി ആക്കി. എല്ലാ തൊഴിലുടമകളും പ്രൊവൈഡ് ടൈംലി വേജസ്, കൃത്യസമയത്ത് തന്നെ വേജസ് കൊടുക്കണം. എൻഷുവറിങ് അതുമൂലം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഉറപ്പുവരുത്തുന്നു, വർക്ക് സ്ട്രെസ് കുറയ്ക്കുന്നു, അതേപോലെ ബൂസ്റ്റിംഗ് ഓവറോൾ മൊറയിൽ, വർക്കേഴ്സിൻ്റെ ഓവറോൾ ആയിട്ടുള്ള ആ മൊറയിൽ എന്ത് ചെയ്യുന്നു, മൊറൽസ് കൂട്ടുവാനൊക്കെ ആയിട്ട്, ബൂസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് അത് ഉപകരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും മാറ്റങ്ങളാണ് ഈ ലേബർ കോഡ് പ്രകാരം വന്നത്. അപ്പോൾ അതിലേക്ക് ഒന്നുകൂടി നമുക്ക് കടക്കാം. നമ്മളൊന്നത് പഠിച്ചിട്ട് പോകാൻ ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ കേൾക്കുമ്പോൾ നമുക്കത് ദഹിക്കാനായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് ഒന്ന് പഠിക്കേണ്ടി വരും. അപ്പോൾ എന്താ നമ്മൾ പറഞ്ഞത്? പുതിയ ഒരു ലേബർ കോഡ് വന്നു. നിങ്ങൾ അവിടെ നിന്ന് തന്നെ ഒന്ന് ഉരുവിട്ട് നോക്കുക. ഞാൻ ഈ പറയുമ്പോൾ നിങ്ങളും ഒന്ന് ഉരുവിട്ട് നോക്കുക, ക്ലാസ്സിൽ നിന്ന് പഠിക്കുകയല്ലേ എന്ന്. ലേബർ കോഡ് വന്നു. എന്നാ വന്നേ? 21 നവംബർ 2025. മൊത്തം എത്ര ആക്ടുകളാണ് അതിൻ്റെ പുറകെ വന്നത്? എത്ര ആക്ടുകളാണെന്ന് പറഞ്ഞു നോക്കിയേ. എത്ര ആക്ടുകൾ കൂടി ക്രോഡീകരിച്ചിട്ടാണ് ഈ കോഡ് വന്നത് എന്ന് പറഞ്ഞേ. ആരെങ്കിലും ഒക്കെ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ. എത്ര ആക്ടുകൾ ക്രോഡീകരിച്ചാ വന്നേ? എത്ര ആക്ടുകളാ? അതിന് ശ്രദ്ധിക്കുന്നില്ലേ? എത്ര ആക്ടുകൾ ക്രോഡീകരിച്ചിട്ടാണ് നമ്മളുടെ ഈ ലേബർ കോഡ് വന്നത്? ടോട്ടൽ ഓക്കെ 29 ആക്ടുകൾ ക്രോഡീകരിച്ചുകൊണ്ട്
4 കോഡ് വന്നു. ഏതൊക്കെയാ കോഡ്? കോഡ് ഓൺ വേജസ്, ഇൻഡസ്ട്രിയൽ റിലേഷൻ കോഡ്, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റി, ഒക്യുപേഷണൽ സേഫ്റ്റി ഹെൽത്ത് കോഡ്, അങ്ങനെയുള്ള. അപ്പൊ ഓരോന്നിന്റെ അണ്ടറിൽ, അതായത് കോഡ് ഓൺ വേജസിന്റെ അണ്ടറിൽ 4 ആക്ട് വന്നു, ഇൻഡസ്ട്രിയൽ റിലേഷന്റെ അണ്ടറിൽ 3 ആക്ട് വന്നു, കോഡ് ഓൺ സോഷ്യൽ സെക്യൂരിറ്റിയുടെ അണ്ടറിൽ 9 ആക്ട് വന്നു, ഒക്യുപേഷണൽ സേഫ്റ്റി ആൻഡ് ഹെൽത്തിന്റെ അണ്ടറിൽ 13 ആക്ട് വന്നു. ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഈ ലേബർ കോഡ് എന്ന് പറഞ്ഞതിൽ വരുന്നത് എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഓരോന്നിന്റെ അണ്ടറിൽ വരുന്ന ആക്ടുകൾ നമ്മൾ പഠിച്ചു. അപ്പൊ അതിൽ വരുന്ന ആക്ടുകൾ, പേയ്മെന്റ് ഓഫ് വേജസ് ആക്ട് എന്ന് പറയുമ്പോൾ വർഷം 1936, മിനിമം വേജസ് ആക്ട് 1948, പേയ്മെന്റ് ഓഫ് ബോണസ് ആക്ട് 1965, ഇങ്ങനെ നമ്മൾ അതിന്റെ എല്ലാം വർഷം നമ്മൾ പഠിക്കണം. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ എംപ്ലോയ്മെന്റ് ഫോർമലൈസേഷൻ, അതായത് അപ്പോയിന്റ്മെന്റ് ഓർഡർ കൊടുക്കണം എല്ലാ തരത്തിലും, അപ്പോയിന്റ്മെന്റ് ലെറ്റർ മാൻഡേറ്ററി ആക്കി എല്ലാത്തിലും. അതേപോലെ പിന്നെ പറഞ്ഞത് എന്താണ്? മിനിമം വേജസ് ഉറപ്പുവരുത്തി എന്നുള്ളതാണ്. അതേപോലെ പ്രിവെന്റീവ് ഹെൽത്ത് കെയർ, ഇപ്പൊ എല്ലാ തൊഴിലുടമകളും എന്ത് ചെയ്യണം? 40 വയസ്സിന് മുകളിലുള്ള ആളുകൾക്ക് ഫ്രീ ആയിട്ട് ആനുവലായിട്ട് ഹെൽത്ത് ചെക്കപ്പ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെന്താണ് ഏറ്റവും പ്രകടമായിട്ടുള്ള ഒരു കാര്യം? വുമൺ വർക്ക് ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ. സ്ത്രീകൾക്ക് നൈറ്റിലും അതേപോലെ എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകളിലും എല്ലാ തൊഴിലുകളിലും അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം, സബ്ജക്ട് ടു their consent and required safety measures, സുരക്ഷിത മാർഗങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട്. അതേപോലെ ESA കവറേജ്, മുമ്പ് ESA കവറേജ് ഈ പറഞ്ഞ ഹസാർഡസ് പ്രോസസ്സുകളിലൊക്കെ എന്തായിരുന്നു? അത് വേണ്ട, അത് ഒരാൾക്കുള്ളെങ്കിൽ വേണ്ട എന്നുള്ളതായിരുന്നു. പക്ഷെ ഇതിൽ ഒരാളുള്ള എങ്കിൽ പോലും എന്താണ്? കവറേജ് ഉറപ്പുവരുത്തി എന്നുള്ളതാണ്. അതേപോലെ ആ കംപ്ലൈൻസ് ബേർഡൻ എന്താണ്? അതിൽ ഇപ്പോൾ ഒറ്റ രജിസ്ട്രേഷൻ, ഒറ്റ റിട്ടേൺ, ഒറ്റ സിംഗിൾ ലൈസൻസ് അങ്ങനെയുള്ളതാക്കി. അതുപോലെ തന്നെ ടൈംലി വേജ് കൃത്യമായിട്ട് ടൈംലി എംപ്ലോയേഴ്സ് മാൻഡേറ്ററി ആക്കി, അത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അത് മാൻഡേറ്ററി ആക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് നമ്മുടെ, ഈ രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാനൊരു ചെറിയൊരു പോർഷനാണ് എടുത്തത്. ഇതൊന്നും അല്ല, നമുക്കതിലേക്കൊക്കെ ഡീപ്പായിട്ട് ഇൻ ഡെപ്തിൽ പോകേണ്ടതുണ്ട്. ഒരു മാർക്ക് പോലും പോകാത്ത രീതിയിൽ നമുക്ക് പോകണമെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു പഠന സംവിധാനത്തിലൂടെ പോയാൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ പാലിച്ചുകൊണ്ട് കൃത്യമായിട്ട് ക്ലാസ്സുകൾ കൂടി നിങ്ങൾ മുന്നോട്ട് പോകണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. പിന്നെ നമുക്ക് വേറെ ഒരു പ്രശ്നമുള്ളതെന്ന് വെച്ചാൽ, ഇനിയിപ്പോൾ നമുക്കിതിങ്ങനെ കോച്ചിങ് എന്ന് പറയുമ്പോൾ അതിൻ്റെ ഫീസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു വെല്ലുവിളിയായിട്ട് നിൽക്കുന്ന ഒരു ഘടകമാണ്. കാര്യം ഇതെല്ലാം സാറ് പറഞ്ഞു, പക്ഷെ പ്രധാനപ്പെട്ട ഒരു പോയിന്റിലേക്ക് സാർ എത്തിയില്ലല്ലോ എന്നുള്ള ഒരു ഇത് ആശങ്ക എന്തായാലും ഉണ്ടാകും. അപ്പോൾ അതുകൂടി ഞാൻ എന്തായാലും പറഞ്ഞേക്കാം. കാരണം ഇത് നല്ലൊരു തസ്തികയാണ്, നമുക്ക് കുറേ നല്ല വിയർപ്പൊലിച്ച് തന്നെ പഠിക്കേണ്ടിയും വരും, പഠിപ്പിക്കേണ്ടിയും വരും. അത് നിങ്ങൾക്ക് വളരെ വ്യക്തവും കൃത്യവുമായിട്ട് അറിയാം. എന്തെങ്കിലും കാര്യം കാണിച്ച് കുറേ റെക്കോർഡഡ് ക്ലാസ്സുകളോ എന്തെങ്കിലുമൊക്കെ തന്നിട്ട് തടി രക്ഷപ്പെടുത്താൻ ഞാനില്ല. കാരണം എന്തായാലും നിങ്ങൾ രക്ഷപ്പെടുത്തി കൊണ്ടുവരണമെങ്കിൽ എന്തായാലും കഷ്ടപ്പെട്ട് ഇതുപോലെ തന്നെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ പലർക്കും സാമ്പത്തിക പ്രതിസന്ധി എല്ലാവർക്കും ഒരുപോലെയാണ്, എനിക്കും നിങ്ങൾക്കും ഒക്കെ. അതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്ന 2 മാർഗങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. അതായത് ഒന്ന്, നമുക്ക് മന്ത്ലി ഒരു ഫീസ് സംവിധാനത്തിൽ മുന്നോട്ട് പോകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് പ്രതിമാസം നമുക്ക് 750 രൂപ ഫീസ് നമുക്ക് കൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. പ്രതിമാസം നമ്മൾ അടക്കേണ്ടത് 750 രൂപ നമ്മൾ പ്രതിമാസം അടക്കുക. അപ്പോൾ അതിൽ ടോട്ടൽ വരുന്ന എമൗണ്ട് എന്ന് പറഞ്ഞാൽ 7500 രൂപ ടോട്ടൽ വരും. അപ്പോൾ നിങ്ങൾ പ്രതിമാസം എത്ര അടക്കുക? 780 രൂപ അടക്കുക എന്നുള്ളതാണ് ഈ ഫീസ് സ്ട്രക്ചർ. പിന്നെ ഉള്ള ഇതെന്ന് വെച്ചാൽ വരുന്നത്, ഇപ്പോൾ പ്രതിമാസം അടക്കാൻ ഇതില്ലാത്ത ഇത് രീതിയിലാണെന്നുണ്ടെങ്കിൽ 6500 രൂപ നമുക്ക് അടക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ വേറെ ഒന്നും, അപ്പോൾ 1000 രൂപയുടെ കുറവുണ്ട്. ഈ 6500 രൂപ 2 ഘട്ടവും തരാം. അതായത് നിങ്ങൾ ഈ പറയുന്ന 6500ൻ്റെ പകുതിയായിട്ട് അടച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ 6500 മതി. അതല്ല 750 രൂപ വെച്ചാണെങ്കിൽ 7500 എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിജപ്പെടുത്തിയിരിക്കുന്നത്. ഇനി എൻ്റെ കോഴ്സ് മുമ്പ് ഏതെങ്കിലും ഒരു കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ആളുകളാണ്, അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും കോഴ്സിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ 6000 രൂപ തന്നാൽ മതിയാവും. 6500 അല്ല, 6000 രൂപ തന്നാൽ മതി. ഇപ്പുറത്ത് 7500 എന്നുള്ളത് 7000 രൂപ തന്നാലും
മതി എന്നുള്ളത് കൂടി അറിയിക്കുവാണ്. അപ്പോൾ ഫീസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി. അതായത് നമുക്ക് മന്ത്ലി ഫീസ് ആണെങ്കിൽ 780 രൂപ പ്രതി മാസം അടക്കുക. അത് അടക്കേണ്ടത് 7500 രൂപ വരെയാണ് നമ്മൾ അടക്കേണ്ടത് എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് എക്സാം ഏകദേശം ഒരു 8 മാസത്തിനുള്ളിൽ വരും. അപ്പോൾ 7500 ആകത്തില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ആ 7500 ആക്കുന്നതിനുള്ള ഫീസ് അടച്ച് ആ മാസം, അതായത് എക്സാമിൻ്റെ തലേ മാസം കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ള രീതിയിലേക്കാണ്. അപ്പോൾ ചിലപ്പോൾ 10 മാസമൊക്കെ നമുക്ക് സമയം കിട്ടും. ആ ഒരു വീക്ഷണഗതിയിലാണ് ഞാൻ 750 വെച്ച് പറഞ്ഞത്. കാരണം പല കോഴ്സിനും ഇപ്പോൾ വെൽഫെയർ ഓഫീസറുടെയൊക്കെ ആണെങ്കിൽ 11 മാസമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എക്സാം വന്നത്. അപ്പോൾ അതുകൊണ്ടാണ് മിക്കവാറും ഒരു 10 മാസം നമുക്ക് കിട്ടും. കാരണം ഞാൻ പറഞ്ഞ വ്യക്തമായിട്ട് പഠിക്കാനായിട്ടുള്ള ഒരു സമയം നമ്മുടെ മുമ്പിലുണ്ട്. ഇനി നിങ്ങൾ അതിനു വേണ്ടി സമയം ചിലവാക്കാനായിട്ടുള്ളൊരു തീരുമാനം നിങ്ങൾ എടുത്താൽ മതി. അതല്ലാതെ അയ്യോ ഇനി പൈസ മുടക്കിയാൽ അത് പോകുമല്ലോ, അതായത് കുറച്ച് ഒഴിവല്ലേ ഉള്ളൂ, അല്ലെങ്കിൽ ഒഴിവില്ലല്ലോ, ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ പോലെ ആ നെഗറ്റീവിലേക്ക് പോയാൽ ആ രോഗം നിങ്ങൾക്ക് മാറിയിട്ടില്ലെങ്കിൽ പിന്നെ പഠിച്ചിട്ട് ഒരു കാര്യവുമില്ല. അപ്പോൾ ആ രോഗം നിങ്ങൾ മാറ്റണം. നിങ്ങളുടെ കയ്യിലൊരു ബോളുണ്ട്, ആ ബോള് നിങ്ങൾ ഭിത്തിയിലേക്ക് എറിഞ്ഞാലാണ് അത് തിരിച്ചു വരത്തുള്ളൂ എന്ന് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് പഠിക്കണമെന്നുള്ള ആഗ്രഹം നിങ്ങൾ തന്നെ ഉണ്ടാക്കിയെടുത്താൽ മാത്രമാണ്. അപ്പോൾ നമുക്കവിടെ പൈസ പ്രശ്നമല്ല, നമുക്ക് എങ്ങനെയാണ് പഠിക്കണം എന്നുള്ളൊരു തോന്നലാണ്. മനസ്സിലായി? എന്തായാലും ചെറിയൊരു പൈസയാണെങ്കിൽ എല്ലാവർക്കും പൈസ വലുതാണ്, അത് എനിക്കറിയാം. അതുകൊണ്ടാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് എന്ന് ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇപ്പോൾ പല കോഴ്സുകളിലൊക്കെ ചേർന്ന് ഒറ്റയടിക്ക് പൈസ തന്ന് അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ 750 രൂപ ഇപ്പോൾ ആർക്കും അഫോർഡബിൾ അല്ലാത്തൊരു പൈസയാണ് എന്നെനിക്ക് തോന്നുന്നില്ല ഇന്നത്തെ കാലത്ത്. അപ്പോൾ അതായത് നമ്മളുടെ LKG UKG പഠിക്കുന്ന കുട്ടികൾക്ക് നമ്മൾ കൊടുക്കണം ഒരു സബ്ജക്റ്റിന് അല്ലെങ്കിൽ 2 സബ്ജക്റ്റിന് 1500 രൂപയൊക്കെ കൊടുത്താണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അതിനെ അപേക്ഷിച്ച് ഇപ്പോൾ നിങ്ങൾ ഇത്രയും വലിയ കുട്ടികൾക്ക് 750 വളരെ നിസ്സാരമാണ്. അത് മാത്രമല്ല ഈ രീതിയിൽ നമ്മളൊരു ക്ലാസ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കത് എന്തായാലും മെച്ചമുള്ള ഒരു കാര്യമായിരിക്കും എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇങ്ങനെ ചെയ്യുക. പുതിയ ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന രീതിയിൽ ഇത് ചെയ്യുക. GK കവർ ചെയ്യുമോ എന്നുള്ള ക്വസ്റ്റ്യൻ ഉണ്ട്. GK നമ്മളിൽ ഉണ്ടാകത്തില്ല എന്നുള്ളതാണ് വേറൊരു വസ്തുത. അഥവാ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മുടെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗങ്ങൾ മാത്രമാണ് നമുക്ക് ഉണ്ടാകാനായിട്ട് സാധ്യതയുള്ളൂ. ഇനി അഥവാ GK ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ GK പോർഷൻസ് എന്ന് പറഞ്ഞാൽ ആഴക്കടൽ പോലെ കിടക്കുന്നൊരു ഭാഗമാണ്. എവിടെയാണ് നമുക്ക് തുടങ്ങേണ്ടതെന്ന് പോലും നമുക്കറിയാൻ വയ്യാത്ത ഒരു ഇതാണ്. 20 മാർക്കിൻ്റെ അല്ലെങ്കിൽ 10 മാർക്കിൻ്റെ GK ആണ് വരുവാണെങ്കിൽ ഉണ്ടാകത്തുള്ളൂ. എനിക്ക് 99.9% ഉറപ്പാണ് GK ഉണ്ടാകത്തില്ല എന്നുള്ളത്. ഇനി അഥവാ ഉണ്ടായിക്കഴിഞ്ഞാൽ ആ GK പോർഷൻസ് എന്തായാലും നിങ്ങൾക്ക് തന്നെ യൂട്യൂബിലൊക്കെ ഒത്തിരി വീഡിയോസ് ഉണ്ട്, അതിൽ നോക്കി പഠിക്കാവുന്നുള്ളൂ. ഈ GK ഏത് പോർഷൻ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ എടുക്കുക. വ്യക്തമായുള്ള കൃത്യമായുള്ള സിലബസ് അവർ തരത്തില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ GK എന്ന് പറയുന്ന ആ പോർഷൻ ഒഴിച്ചിട്ട് ബാക്കിയുള്ള ഭാഗങ്ങൾ നമ്മൾ എന്തായാലും ഫുള്ള് നമ്മൾ കവർ ചെയ്ത് മുന്നോട്ട് പോകും എന്നുള്ളതാണ്. GKക്ക് വേണ്ടിയിട്ട് വാശി പിടിക്കേണ്ട, കാരണം GK അത് ഉണ്ടാകത്തില്ല. ഒന്നാമത്തേൽ ഉണ്ടായാലും ഈ പറഞ്ഞ രീതിയിൽ എടുക്കുക എന്നുള്ളതൊരു ഹിമാലയൻ ടാസ്ക്കാണ്. അതായത് പിന്നെ ഏതെങ്കിലുമൊക്കെ ആയിട്ടുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ ഈ പറയുന്ന രീതിയിൽ ക്ലാസ് എടുക്കാതെ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള റെക്കോർഡഡ് ക്ലാസ്സുകൾ നമുക്ക് അവൈലബിൾ ആക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം എന്നേ എനിക്ക് ആ കാര്യത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. അതായത് ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ ആ ഒരു സ്റ്റാൻഡിൽ തന്നെ നിൽക്കുവാണ്. എങ്കിലും പിന്നെ ഒരു 0.1% ഉണ്ടായാലോ എന്ന് കരുതിയിട്ടാണ് ഞാനത് പറഞ്ഞത്. അപ്പോൾ ഇതാണ്. അപ്പോൾ നമ്മുടെ എല്ലാ സബ്ജക്റ്റുകളും ഈ പറഞ്ഞ രീതിയിൽ നമ്മൾ എടുക്കും. അതിന് ഓൺലൈൻ ക്ലാസ്സുകൾ ഉണ്ടാവും. നമ്മുടെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാവും. ഫീസ് GPay ചെയ്യേണ്ട നമ്പറൊക്കെ ഇപ്പോൾ ഞാൻ ആ ഗ്രൂപ്പിലിടാം. അപ്പോൾ GPay ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേരും മെയിൽ ID തരിക. അപ്പോൾ ഞാനൊരു വാട്സാപ്പ് പുതിയ ഇപ്പോൾ ഉള്ള ഗ്രൂപ്പല്ല, വേറൊരു പെയ്ഡ് ഗ്രൂപ്പ്, അതിലേക്ക് നിങ്ങൾ ഓരോരുത്തരെയും ആഡ് ആക്കും. എന്നിട്ട് ഈ പറയുന്ന രീതിയിൽ നമ്മുടെ ക്ലാസ്സുകളുടെ സമയമൊക്കെ ആ വാട്സാപ്പ് ഗ്രൂപ്പിലൂടെ വരും. അപ്പോൾ ആ സമയത്ത് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. ഇനി ആ ക്ലാസ്സിൽ അപ്പോൾ ജോയിൻ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പേടിക്കേണ്ട. ആ ക്ലാസ് അടുത്ത ക്ലാസ്സിന് മുമ്പായിട്ട് നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂം എന്ന് പറയുന്ന ആപ്ലിക്കേഷനിൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ആ ക്ലാസ്സുകൾ കാണാം. ഇനി 3 ക്ലാസ് കഴിഞ്ഞതിന് ശേഷം, ആഴ്ചയിൽ 3 ക്ലാസ്സാണ് ഇപ്പോൾ ചാർട്ട് ചെയ്തിരിക്കുന്നത്. കാരണം ഞാനിപ്പോൾ CDPOയുടെയൊക്കെ 3 ബാച്ചുകൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ
കുറച്ചൊരു സമയം നമുക്ക് എങ്ങനെയെങ്കിലും അതൊന്ന് മാനേജ് ചെയ്ത് കൃത്യമായിട്ട് കിട്ടണം എന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ കുറച്ച് നാൾ നമുക്ക് എന്തായാലും 3 ക്ലാസ്സുകൾ വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നു. അതിനുശേഷം ഇനി അതല്ല എക്സാം പെട്ടെന്ന് വരുവാണെങ്കിൽ അപ്പോൾ ഈ 3 ക്ലാസ് 4 ക്ലാസ് ഒന്നും അല്ല കേട്ടോ. നമ്മൾ കൃത്യമായിട്ട്, അതായത് നിങ്ങളുടെ എക്സാമിന് 1 മാസം 1.5 മാസം മുമ്പ് നമുക്കത് കവർ ചെയ്യുന്ന രീതിയിലാണ് ചാർട്ട് ചെയ്യുന്നത്. അല്ലാതെ എക്സാമിൻ്റെ ആ ശുഭമുഹൂർത്തത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അങ്ങനെയുള്ള രീതിയിലൊന്നും ഉണ്ടാകത്തില്ല. അങ്ങനെയൊന്നും പേടിക്കണ്ട. ഇപ്പോൾ ഈ വെൽഫെയർ ഓഫീസറുടെ തന്നെ ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ടൊക്കെ വരെ ഞാൻ 1 മാസവും 1 ദിവസവും ബാക്കിയുള്ളപ്പോൾ ഞാൻ സിലബസ് കവർ ചെയ്ത് കുട്ടികളുടെ കയ്യിലേക്ക് കൊടുത്തതാണ്. കാരണം അങ്ങനെ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അത്രയും ഹോസ്പിറ്റലൈസ്ഡ് ആയിട്ട് അങ്ങനെ ഒരു ഘട്ടം വന്നുകൊണ്ട്, സാധാരണ ഇതിൽ അങ്ങനെ വരാത്തതാണ്. പക്ഷെ അങ്ങനെ പെട്ടുപോയി, മനുഷ്യൻ്റെ കാര്യമല്ലേ. പക്ഷെ അപ്പോൾ പോലും നമുക്ക് അവിടെ കിടക്കാനായിട്ട് പറ്റാത്തൊരവസ്ഥയായിരുന്നു. എന്നിട്ട് വന്ന് രാത്രിയൊക്കെ ആണെന്നുണ്ടെങ്കിലും ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്ത് ഞാൻ പെട്ടെന്ന് തന്നെ ഈ 1 മാസം മുമ്പ് തന്നെ കുട്ടികൾക്ക് കൊടുത്തു. അതിന് അനുഭവ സാക്ഷികൾ ഇതിലുണ്ട്, അവരോട് ചോദിച്ചാലായിട്ട് കൃത്യമായിട്ട് കാര്യങ്ങൾ അറിയാം. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ നിങ്ങൾ ആ കാര്യത്തിലൊന്നും നിങ്ങൾ പേടിക്കേണ്ട. നിങ്ങൾക്ക് എടുക്കേണ്ട ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ. പഠിക്കാൻ നിങ്ങളൊരു തീരുമാനം എടുത്താൽ മതി. ബാക്കിയുള്ള സംഭവങ്ങളെല്ലാം ഞാൻ പ്രൊവൈഡ് ചെയ്തോളാം. പക്ഷെ നിങ്ങൾ പഠിക്കണം കൃത്യമായിട്ട്. അതല്ലാതെ ഈ രോഗവും വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. അത് നമ്മൾ ചികിത്സിച്ച് ഭേദമാക്കണം. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ പര്യാപ്തപ്പെടുത്തിയെടുക്കണം. അതായത് എങ്ങനെയെങ്കിലും ഞാൻ പഠിക്കും, ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാതെ. 24 മണിക്കൂറുണ്ട് കുട്ടികളെ നമുക്ക് ഓരോരുത്തർക്കും. ആ 24 മണിക്കൂറിൽ 12 മണിക്കൂർ പോട്ടെ, ബാക്കിയുള്ളൊരു 12 മണിക്കൂറുണ്ട്. ആ 12 മണിക്കൂറിൽ പിന്നെ നിങ്ങളുടെ ഉറക്കം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ അത് പോട്ടെ, ബാക്കിയുണ്ട് ഒരു 7 മണിക്കൂർ. അപ്പോഴും ഇല്ലേ മണിക്കൂർ. അതിൽ ഞാൻ ചോദിക്കുന്നത് ഡെയിലി 1 മണിക്കൂറാണ്. 1 മണിക്കൂർ തുടക്കമൊക്കെ 1 മണിക്കൂർ നിങ്ങൾ ചിലവഴിക്കുക. പിന്നെ നമുക്ക് കുറച്ച് ആകുമ്പോൾ കുറച്ച് ആഡ് ഓൺ ചെയ്ത് കൊണ്ടുവരാം. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ അതിനൊരു സമയം നമുക്ക് ഉണ്ട് എല്ലാവർക്കും. പക്ഷെ നമ്മൾ അതിന് മെനക്കെടുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ പ്രതിസന്ധി. പ്രയാസങ്ങൾക്ക് നമ്മൾ മൂടിപ്പോയിച്ചിരുന്നിട്ട് അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നമ്മുടെ പ്രശ്നം നമ്മൾ വലുതാക്കി കാണുന്നത് കൊണ്ടാണ് ഏറ്റവും വലിയ ദുരിതമായിട്ട് വന്ന് ഭവിക്കുന്നത്. അപ്പോൾ ഇനിയുള്ള കാലം അങ്ങനെ ചിന്തിച്ചിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടത് പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നു, പഠിക്കുന്നു, അതിനുവേണ്ടി മുന്നോട്ട് പോകുന്നു. ആ അധ്യാപകൻ പറയുന്ന അതുപോലെ അനുസരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു മനോഭാവം നിങ്ങൾ ഓരോരുത്തരും കാണിക്കണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അപ്പോൾ ഫീസിൻ്റെ കാര്യം ഇതാണ്. മന്ത്ലി പേയ്മെൻറ്റ് സംവിധാനമാണെങ്കിൽ 780 രൂപ. അതല്ലാത്ത ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് 6500 രൂപ അടച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് എൻ്റെ കോഴ്സ് ചെയ്യുന്നവരാണെങ്കിൽ 6000 രൂപ. അതും ഒറ്റയടിക്ക് അടക്കണമെന്നില്ല, 2 ഘട്ടമായിട്ട്. കാരണം ഞാൻ പറഞ്ഞില്ല, ഓരോരുത്തരുടെ പ്രതിസന്ധികൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഞാൻ അങ്ങനെ സമയം അനുവദിച്ചത്. അതുപോലെ ഈ മന്ത്ലി പേയ്മെൻറ്റ് സംവിധാനം വലിയൊരു ഹിമാലയൻ ടാസ്ക് ആണ് എന്ന് എനിക്കറിയാം. ഇന്ന് കേരളത്തിലോ എവിടെയും ഇല്ലാത്തൊരു സംഭവമാണ്, പ്രത്യേകിച്ച് ഓൺലൈൻ സംവിധാനത്തിൽ. എന്താ കാര്യം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. കാരണം ഓൺലൈൻ സംവിധാനത്തിൽ നമ്മൾ ഈ മന്ത്ലി പേയ്മെൻറ്റ് വെച്ചാൽ നിങ്ങളെ കിട്ടത്തില്ല. ഇപ്പോൾ നിങ്ങളെല്ലാം ചക്കര തേനെ പാല് എന്നൊക്കെ പറയും. പിന്നെ ഈ കുറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നിങ്ങളുടേതായുള്ള പ്രശ്നങ്ങൾ, ഞാൻ പറഞ്ഞു 2 ദിവസം ഓടിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മറ്റേ രോഗം വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും? അയ്യോ ഇനി വേണ്ട. അപ്പം നമ്മളിവിടെ പാടുപെട്ട് ക്ലാസ് എടുത്തിട്ട് നമ്മളിവിടെ നിന്നൊരു വിളി തുടങ്ങും. വേറെ ഒരു പണിയില്ലല്ലോ. നമ്മളപ്പോൾ ഫോൺ കുത്തിയിട്ട് ഹലോ ആരെടുക്കുന്നു, ഫോൺ എടുക്കത്തില്ല. പിന്നെ രണ്ടാമത്തെ, അപ്പം നമുക്കിത് തന്നെ പണിയായിട്ട് നിൽക്കേണ്ടി വരും. അതേസമയം ഓഫ്ലൈൻ സംവിധാനമാണെങ്കിൽ എന്താണോ താൻ പൈസ തരാത്തേ എന്നൊക്കെ നമുക്ക് ചോദിക്കാം. താൻ എന്നാൽ ബെഞ്ചിൻ്റെ മുകളിൽ കയറി നിൽക്ക് എന്നൊക്കെ നമുക്ക് പറയാം. ഇതിപ്പോൾ എങ്ങനെ പറയാൻ പറ്റും? അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല, കാണുന്നു പോലുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹിമാലയൻ ടാസ്ക്കാണ് ഞാൻ ഏറ്റെടുത്തിരിക്കുന്നത്. നിങ്ങൾ ബുദ്ധിയുള്ളവരാണ്, വലിയവരാണ്, അതുകൊണ്ട് കാര്യം നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. എന്നിട്ടും ഞാൻ ആ റിസ്ക് ഏറ്റെടുത്തത് എന്താണെന്ന് വെച്ചാൽ പലർക്കും ചിലപ്പോൾ ഒരുമിച്ച് തരാനായിട്ടൊന്നും ഇല്ലാത്തവരുണ്ടാകും. അപ്പോൾ ഞാനും ഇതുപോലുള്ള വഴികളിലൂടെയൊക്കെ കടന്നു വന്ന ആളായതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പോൾ ബുദ്ധിമുട്ടൊക്കെ ഉള്ളവരായതുകൊണ്ട് അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ 780 രൂപ. അപ്പോൾ അതുകൊണ്ട് ഈ അധ്യാപകനെ പങ്കായക്കുരിശിലേറ്റുന്ന ഒരു പരിപാടിക്ക് ദയവ് ചെയ്ത് നിൽക്കരുത്. കൃത്യമായിട്ട് ഈ പറയുന്ന എല്ലാ മാസം 10-ാം തീയതിക്ക് മുമ്പായിട്ട് 780 രൂപ അടക്കണം. എന്നിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടണം. ഇപ്പോൾ ഞാൻ ഏത് GPay നമ്പറിലേക്കാണ് ഇടേണ്ടതെന്ന് ഞാൻ പറയാം. അത് നിങ്ങൾ അടച്ചതിന് ശേഷം അതിൻ്റെ സ്ക്രീൻഷോട്ട് ഇടുക. അതോടൊപ്പം തന്നെ ഒരു മെയിൽ ID കൂടി തരിക എന്നുള്ളതാണ്. മനസ്സിലായി? അപ്പോൾ അതിൽ കൃത്യം നിങ്ങളെ ആ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡാക്കും. അതല്ല ഒരുമിച്ചാണ് എന്നുണ്ടെങ്കിൽ 6000 രൂപ, പഠിച്ച കുട്ടികളല്ലാത്തവർ 6500 രൂപ അടക്കുക. അവരും ഇതേ രീതി തന്നെ ചെയ്യുക. അപ്പോൾ നമ്മൾ എന്തായാലും പഠിക്കാൻ വേണ്ടി തീരുമാനിച്ചു.
ആ തീരുമാനത്തിൽ നമുക്ക് യാതൊരുവിധ മാറ്റമില്ല. കുറേ കാര്യങ്ങൾ നമ്മൾ പഠിക്കുന്നതിനേക്കാൾ ഉപരിയായിട്ട് കുറേ കാര്യങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ സെഷനിലൂടെ നമ്മൾ മനസ്സിലാക്കി. നമ്മളുടെ കുറവുകൾ നമ്മൾ മനസ്സിലാക്കി, നമ്മളിൽ എവിടെയാണ് വീഴ്ചകളെന്ന് നമ്മൾ മനസ്സിലാക്കി. ഇനി തിരുത്തണം, ഇനി നമുക്ക് തിരുത്തിയേ മതിയാകും. കാരണം അല്ലാതെ എപ്പോഴും നമ്മളിങ്ങനെ ഈ വിലപിച്ച് നടന്നിട്ട് കാര്യമില്ല. എനിക്കൊരു ജോലി കിട്ടിയില്ല, ഞാൻ LLB എടുത്തു, ഞാൻ MSW എടുത്തു, ഞാൻ പല ടെസ്റ്റുകൾ എഴുതി, പല ടെസ്റ്റുകളിലല്ല, ചിലപ്പോൾ ഇനി എഴുതുന്ന ഒരു ടെസ്റ്റിലായിരിക്കും നമ്മളുടെ വിജയം കാത്തു നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും കൃത്യമായിട്ട് പഠിച്ച് ആ ലക്ഷ്യത്തിലേക്ക് എത്തണം എന്ന് ഞാൻ ഓർമ്മപ്പെടുത്തുവാണ്. അതുപോലെ മുരുകൻ കാട്ടാക്കടയുടെ ഒരു കവിതയുണ്ട്. ആ കവിതയിൽ പറയുന്ന വരി ഇതാണ്: നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. നഷ്ടപ്പെടും വരെ നഷ്ടപ്പെടുന്നതിൻ നഷ്ടമെന്താണെന്നതോർക്കില്ല നാം. അതെ, നമുക്ക് നഷ്ടപ്പെടുന്നത് വരെ നമ്മൾ ആ നഷ്ടപ്പെട്ടതിൻ്റെ നഷ്ടം എന്താണെന്ന് നമ്മൾ ആരും ഓർക്കത്തില്ല. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മൾക്ക് ഓരോ വരുന്ന തസ്തികകളും കൃത്യമായിട്ട് വിനിയോഗിക്കാതെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ അത് കഴിഞ്ഞങ്ങ് പോയി കഴിയുമ്പോൾ അയ്യോ അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു, എൻ്റെ ആ പ്രായത്തിൽ ഞാനത് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് ഇന്ന് ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ചിന്തിച്ചിട്ട് ഒരു കാര്യവുമില്ല. നഷ്ടപ്പെട്ട് കഴിയുമ്പോഴാണ് അയ്യോ നഷ്ടപ്പെട്ടതിൻ്റെ സങ്കടം നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ എക്സാമും കടന്നു പോകും. അത് കഴിഞ്ഞ് കഴിയുമ്പോഴാണ് അയ്യോ അത് എഴുതായിരുന്നു എന്ന് തോന്നു വരുന്നത്. അപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഏതു പ്രതിസന്ധിയാണെന്നുണ്ടെങ്കിലും ആ പ്രതിസന്ധികൾ കടന്നു പോകും. കടന്നു പോകാത്തതില്ല. എല്ലാവരിലും പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, ദുഃഖങ്ങളുണ്ട്. അതില്ലാത്തവരാരുമില്ല. നമ്മുടെ കടലിലെ ഓളങ്ങൾ മാറ്റിയിട്ട് നമുക്ക് വഞ്ചി ഇറക്കാനായിട്ട് കഴിയത്തില്ല. എന്നും പ്രക്ഷുബ്ധമായിരിക്കും ജീവിതം എന്ന് പറയുന്നത്. പക്ഷെ അതിനെതിരെ, അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ടുള്ളൊരു കഴിവ് നമുക്ക് വേണം. രവീന്ദ്രനാഥ ടാഗോറിനെ പോലുള്ളവർ പ്രാർത്ഥിച്ചത് വേറൊന്നുമല്ല. കാരണം എത്രമാത്രം പ്രതിസന്ധികൾ തന്നാലും ആ പ്രതിസന്ധികളിൽ തളരാതെ മുന്നോട്ട് പോകാനുള്ളൊരു ശക്തി തരണേ തമ്പുരാനെ എന്നാണ് രവീന്ദ്രനാഥ ടാഗോറിനെ പോലുള്ള മഹാന്മാർ പ്രാർത്ഥിച്ചത്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നു, നമ്മളും അങ്ങനെ ആകണം. എന്തു പ്രതിസന്ധി വന്നാലും തളരാതെ ആ ഒരു ലക്ഷ്യം എനിക്ക് നേടണം എന്ന് കരുതി മുന്നോട്ട് പോകണം. ഇനിയിപ്പോൾ ഉടൻ തന്നെ അസിസ്റ്റന്റ് ലേബർ ഓഫീസറുടെ വിജ്ഞാപനം വരാനിരിക്കുന്നു, CDPOയുടെ വിജ്ഞാപനം വരാനിരിക്കുന്നു, അതുപോലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസറുടെ വിജ്ഞാപനം വരാനിരിക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയും അയ്യോ എനിക്ക് രണ്ടെണ്ണം കൂടി ഒരുമിച്ച് പറ്റത്തില്ല, ഏതെങ്കിലും ഒരെണ്ണം. അവിടെയും തെറ്റാണ്. ആ രോഗം മാറിയിട്ടില്ല എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള വിഷയങ്ങൾ ഏതു വന്നാലും അത് തമ്മിലൊരു ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ അതിൻ്റെ അടുത്ത് നമ്മൾ എഴുതണം. CDPO നമ്മൾ എഴുതണം, അതല്ലെങ്കിൽ അസിസ്റ്റന്റ് ലേബർ ഓഫീസർ എഴുതണം. കാരണം ഇതിലുള്ള കുറേ സബ്ജക്റ്റ്, കുറേ സാധനങ്ങൾ അതിൽ വരുന്നുണ്ട്. ഇപ്പോൾ ലേബർ ലോസ് അതിൽ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീണ്ടും ഒന്ന് പഠിക്കുവാണ്. അതേപോലെ സോഷ്യൽ കേസ് വർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങൾ, അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൻ്റെ കുറച്ച് ഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഓരോന്നും, അപ്പോൾ എല്ലാം ഇൻ്റർ റിലേറ്റഡ് ആണ് കുട്ടികളെ. അതേസമയം നിങ്ങൾ ഇത് പഠിക്കുന്നതോടൊപ്പം തന്നെ LDC പഠിക്കാൻ ഞാൻ പറയത്തില്ല. കാരണം എന്താ, രണ്ടും രണ്ട് ലെവലാണ്. പക്ഷെ ഇത് വരുന്ന സബ്ജക്റ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എക്സാമ്പിൾ എല്ലാം നിങ്ങൾ എഴുതണം. അല്ലാതെ ഒരെണ്ണം മാത്രമേ ഞാൻ എഴുതത്തുള്ളൂ, ഞാൻ ഇത് മാത്രമേ പഠിക്കത്തുള്ളൂ. ഇവിടെ നിങ്ങൾ ചിന്തിക്കേണ്ടത് ഒഴിവുകൾ പരിമിതമാണ്. അപ്പോൾ ഒരെണ്ണത്തെ നമ്മൾ സ്റ്റിക്ക് ചെയ്തിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് നമുക്ക് ലഭ്യമാകണമെന്നില്ല. അതുകൊണ്ട് വരുന്നതെല്ലാം നമ്മൾ എഴുതുക. ആ ഒരു തീരുമാനം നിങ്ങൾ എടുക്കണം. അങ്ങനെ ആയാലാണ് നമ്മുടെ രോഗം പരിപൂർണമായിട്ട് ഭേദമാകത്തുള്ളൂ. അങ്ങനെ വരുമ്പോൾ നമ്മളൊരു ജോലിയിൽ നമ്മൾ തീർച്ചയായിട്ടും പ്രവേശിക്കും എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് എന്തായാലും ഞാൻ ക്ലാസ്സുകൾ എടുത്തു. ഇനി ഈ പറഞ്ഞ എൻ്റെ ക്ലാസ്സുകൾ പുതിയതായിട്ട് വന്ന ആളുകൾ ആ ക്ലാസ്സിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് എനിക്കൊന്ന് ഇൻഡിവിജ്വലായിട്ടോ അല്ലെങ്കിൽ ഗ്രൂപ്പിലോ ഒന്ന് അറിയിച്ചു കഴിഞ്ഞാൽ വലിയൊരു കാര്യമായിരുന്നു. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ വെറുതെ ഇങ്ങനെ വായ്ത്താളം പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ക്ലാസ്സുകൾ മനസ്സിലായോ? ഇപ്പം നിങ്ങൾ എവിടെ ഏത് കോച്ചിങ്ങിന് പോയാലും നിങ്ങൾ അന്വേഷിക്കേണ്ട ഒരു കാര്യം അതാണ്, അവിടെ എടുക്കുന്ന കാര്യങ്ങൾ മനസ്സിലാകുന്നുണ്ടോ എന്നുള്ളത് ഉറപ്പ് വരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതിനൊരു തെളിവിന് വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. നിങ്ങളൊന്ന് എനിക്ക് എൻ്റെ ഗ്രൂപ്പിൽ ഒന്നിടുകയോ അല്ലെങ്കിൽ പേഴ്സണലായിട്ടൊന്ന് അറിയിക്കുകയോ ചെയ്താൽ വലിയൊരു ഉപകാരമായിരുന്നു എന്നുള്ളതാണ്. അതെന്തുകൊണ്ടും എടുക്കുന്ന ആൾക്ക് ഒരു പ്രേരണ തരും. നമ്മുടെ കുട്ടികളത്
മനസ്സിലാക്കിയല്ലോ എന്നുള്ളത്. അതല്ല എന്തെങ്കിലുമൊക്കെ ആയിട്ട് തിരുത്താണെന്നുണ്ടെങ്കിൽ അത് തിരുത്തണമല്ലോ, അല്ലാതെ എല്ലാവരും മഹാന്മാരല്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ സെഷനിൽ കൂടി നിങ്ങൾക്ക് എല്ലാവർക്കും എല്ലാവിധ ഭാവുകങ്ങളും നേരുവാണ്. ഇനി എന്തെങ്കിലും തരത്തിലുള്ള സംശയങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ എന്നോട് ചോദിക്കാം, അതിനുള്ള മറുപടി പറയാം. അങ്ങനെയുള്ളൊരു സെഷൻ നമുക്ക് നോക്കാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ, എടുത്തതോ അല്ലെങ്കിൽ ഇനി തസ്തികയെ സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇനി ക്ലാസ്സിനെ സംബന്ധിച്ചിടത്തോളോ ഫീസിനെ സംബന്ധിച്ചിടത്തോളോ എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ള സംശയങ്ങൾ ആർക്കെങ്കിലും ഉണ്ടോ? ഉണ്ടെങ്കിൽ മടി കൂടാതെ ചോദിക്കും. കാരണം ഞാൻ പറയുന്നു, ഇത് ഒരു റേഡിയോയല്ല. നമ്മൾ രണ്ടു കൂട്ടരും കൂടി ഉണ്ടെങ്കിലാണ് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ പറ്റത്തുള്ളൂ. അധ്യാപകനും വേണം, വിദ്യാർത്ഥിയും വേണം. അതല്ലാതെ അധ്യാപകൻ ഇവിടെ നിന്ന് ശക്തമായിട്ട് ക്ലാസ് എടുത്തിട്ട് വിദ്യാർത്ഥി ഇല്ലെങ്കിൽ ഫലമുണ്ടോ? ഇല്ല. എന്ന് പറഞ്ഞതുപോലെ വിദ്യാർത്ഥി അവിടെ നിന്നിട്ട് നയിക്കാനായിട്ടൊരാളില്ല, ഒരു ലീഡറില്ല, പഠിപ്പിക്കാൻ, എന്നിട്ടും കാര്യമില്ല. അപ്പം നമ്മൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് പ്രവർത്തിച്ചാലാണ് ഇവിടെ നമ്മൾ രണ്ട് എന്നില്ല, ഒന്നാണ്, നമ്മളാണ്. ഞാൻ നിങ്ങൾ എന്നുള്ളതല്ല, നമ്മളാണ്. നമ്മളുടെ ഒരു കൂട്ടായ ശ്രമം. അതാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ മനസ്സിലാകാത്ത കാര്യം കൊണ്ട് കൃത്യമായിട്ട് ചോദിക്കണം. ഒന്നുകിൽ ക്ലാസ്സിലൂടെ ചോദിക്കാം, അതല്ല ക്ലാസ്സിൽ ചോദിക്കാം. ചിലർക്ക് ചില മടിയുള്ളവരാണ്, അല്ലെങ്കിൽ കുട്ടികളൊക്കെ ഉള്ളവരാണെങ്കിൽ ചിലപ്പോൾ മൈക്ക് ഓണാക്കി കഴിയുമ്പോഴത്തേക്ക് സൗണ്ട് വരും എന്നൊക്കെയുള്ള പേടിച്ചിട്ടൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ഗ്രൂപ്പിലൂടെ ചോദിക്കാം, അല്ലെങ്കിൽ ഇൻഡിവിജ്വലായിട്ട് മെസ്സേജ് അയച്ച് ചോദിക്കാം, അല്ലെങ്കിൽ വിളിച്ചു ചോദിക്കാം. അപ്പോൾ അതിലൊന്നും ഒരു പ്രശ്നമില്ല. ഏത് സമയത്താണെന്നുണ്ടെങ്കിലും അതിനുള്ള പരിഹാരങ്ങൾ എന്തായാലും കൃത്യമായിട്ട് ചെയ്തു തരുന്നതാണ്. ഇതൊന്നും വെറും വാക്കല്ല, കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്തു വന്ന കാര്യങ്ങളാണ് ഈ സൂചിപ്പിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, മടി കൂടാതെ എന്തെങ്കിലുമൊക്കെ ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ആരും ഒന്നും ചോദിക്കുന്നില്ല. എല്ലാവർക്കും കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായാലും ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കാം. അപ്പോൾ നമുക്ക് എന്തായാലും ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ക്ലാസ് അങ്ങ് അവസാനിപ്പിക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും പഠിക്കാനായിട്ടുള്ളൊരു മാനസികാവസ്ഥ ഞാൻ ആരാധിക്കുന്ന, നിങ്ങൾ ആരാധിക്കുന്ന തമ്പുരാൻ നിങ്ങൾക്ക് എല്ലാവർക്കും നൽകി നിങ്ങളെല്ലാവരെയും ആവോളം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുവാണ്. അതുപോലെ പലവിധ പ്രയാസങ്ങൾ കൊണ്ടും ദുഃഖങ്ങൾ കൊണ്ടും ദുരിതങ്ങൾ കൊണ്ടും കഷ്ടപ്പാടുകൾ കൊണ്ടും രോഗങ്ങൾ കൊണ്ടും ഒക്കെ വിഷമിക്കുന്നവർ നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ വീടുകളിലുണ്ട്. നമുക്ക് തന്നെ പലവിധ പ്രയാസങ്ങളും ദുഃഖങ്ങളും ദുരിതങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാ ദുഃഖങ്ങളും രോഗങ്ങളും ദുരിതങ്ങളും എല്ലാം സർവശക്തനായ തമ്പുരാൻ മാറ്റി എല്ലാവർക്കും ദീർഘായുസ്സും ആരോഗ്യവും സൗഖ്യവും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനി കൂടുതൽ വിവരങ്ങൾ എന്തായാലും നമ്മളുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഇടാം. അതുപോലെ ഇന്ന് നടന്ന ഈ സെഷൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ പലവിധ ഞാനെടുത്ത പല ക്ലാസ്സുകളുടെ ലിങ്കുകളും കൂടി ഞാൻ ആഡ് ചെയ്യാം. അപ്പോൾ ഈ ക്ലാസ് മാത്രമാണോ ഇങ്ങനെ എന്നുള്ളതും നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ഏതെങ്കിലും മറ്റുള്ള CDPOക്കും അതേപോലെ ഡെപ്യൂട്ടി ഡിസ്ട്രിക്ട് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർക്കും ഒക്കെ എടുത്ത് കുട്ടികളെ റാങ്ക് ലിസ്റ്റിൽ എത്തിച്ചു എന്ന് പറഞ്ഞതൊക്കെ ശരിയാണോ എന്നുള്ള, ആ കുട്ടികളൊക്കെ സംസാരിക്കുന്ന ഇതുമൊക്കെ ഉണ്ട്. അത് ഞാൻ ആ ലിങ്കുകളും ഒക്കെ ഇടാം. അപ്പോൾ നിങ്ങളെല്ലാം കൃത്യമായിട്ട് നോക്കി ബോധിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ ജോയിൻ ചെയ്യുക. പിന്നെ ക്ലാസ് നമ്മൾ ഫീസ് നിങ്ങൾ അടക്കുക. ക്ലാസ് നമ്മൾ വെനസ്ഡേ തുടങ്ങി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. കാരണം ഇത്രയും ദിവസം 3 ദിവസം ഫീസ് അടക്കാൻ വേണ്ടി സമയം തന്നിരിക്കുവാണ്. അപ്പോൾ ഈ വെനസ്ഡേ തുടങ്ങി നമ്മൾ റെഗുലർ ക്ലാസ്സുകൾ ആരംഭിക്കുവാണ്, മറന്നു പോകരുത്. അപ്പോൾ വെനസ്ഡേക്ക് മുമ്പായിട്ട് നിങ്ങളെല്ലാവരും ഈ പറയുന്ന ഫീസ് അടക്കുക. ഏതാണോ നിങ്ങൾ ചോയ്സ് ചെയ്യുന്നത് അതനുസരിച്ചിട്ട് നിങ്ങൾ ഫീസ് അടക്കുക. മറ്റേതാവുമ്പോൾ 1000 രൂപ കുറവുണ്ട്, അതേസമയം മറ്റേതിൽ 1000 രൂപ കൂടുതലുണ്ട് എന്നുള്ള വ്യത്യാസം മാത്രം. അപ്പോൾ എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.